ഓക്കെ. അപ്പോൾ ടീച്ചിങ് ആസ്പിരൻസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: നിലവിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റം, കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അൻഷു ടീച്ചറിന് മറുപടി പറയാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റൊരാൾ പറയുക. ആരാണ് അടുത്തത്? അഞ്ജലി ടീച്ചറെ പറഞ്ഞോ. വീഡിയോ ഓൺ ചെയ്യണേ. പറഞ്ഞോ ടീച്ചറെ. പണ്ടത്തേതിനെ അപേക്ഷിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്കൂളുകളിലെ എല്ലാം ഹൈടെക് ആക്കി മാറ്റിയത്. പറഞ്ഞോ ടീച്ചറെ, കേൾക്കുന്നുണ്ട്. സ്കൂളുകളെ എല്ലാം ഹൈടെക് ആക്കി മാറ്റി. പിന്നെ കിട്ടുന്നില്ല എന്തോ പറ്റി? എന്തോ പറ്റി? ടെൻസ്ഡ് ആണോ? നന്നായിട്ട് ശ്വാസം എടുത്ത് നന്നായിട്ട് ശ്വാസമൊക്കെ വിട്ട് നല്ല ഒച്ചായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുക. സാരമില്ല. എന്തോ ഇത്രയും ടെൻസ്ഡ് ആവാൻ എന്താ? നമ്മൾ എത്ര നാളുകൊണ്ട് സംസാരിക്കുക, എത്ര മനോഹരമായിട്ട് അഞ്ജലി ടീച്ചർ സംസാരിക്കുന്നതാ. ഒരുപാട് ആശയമുള്ള കുട്ടിയാണ്. പിന്നെന്താ, പറഞ്ഞാൽ മതി, ധൈര്യമായിട്ട് പറഞ്ഞാൽ പോരെ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തെ അഞ്ജലി ടീച്ചർ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് നിസ്സാര ചോദ്യം, ചെറിയ ചോദ്യം. ടീച്ചറിലോട്ട് വരാം, ഒന്നും കൂടെ വരാമേ. തിരിച്ചു വരും. അതുകൊണ്ട് തയ്യാറായിട്ട് ഇരിക്കണം. അഖില ടീച്ചറെ ഫ്രീ ആയോ? ടീച്ചറിന് സംസാരിക്കാൻ പറ്റും? പറഞ്ഞോ ടീച്ചറെ. അൻഷു ടീച്ചറെ ഫ്രീ ആയോ? ബിൻസിൻ ടീച്ചറെ, അൻഷു ടീച്ചറിന് ഒരു അവസരം തരികയാണ്. കാര്യം ടീച്ചറിനാണ് ഇന്റർവ്യൂ. ഞാൻ ഈ ചോദ്യം ടീച്ചറെ ഉദ്ദേശിച്ചാ ചോദിച്ചത്. ആദ്യം ഡേറ്റ് വന്ന ടീച്ചറിനല്ലേ. ടീച്ചർ പറഞ്ഞിട്ട് ബിൻസിൻ ടീച്ചർ പറയും. ഓക്കെ. നിലവിലുള്ള വിദ്യാഭ്യാസത്തിൽ ഒട്ടനവധി പരിഷ്കാരങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അത് സ്കൂൾ തലത്തിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് അവർ ആവിഷ്കരിച്ചത്. അതായത് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആഗോളതലത്തിൽ തന്നെ അവർക്ക് കൈകാര്യം ഉണ്ടാകുന്ന ഏത് പ്രശ്നമായാൽ പോലും അവർക്ക് പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു ശേഷി ആർജിക്കണം എന്ന നിലയിലാണ് നമ്മുടെ പാഠ്യപദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കുട്ടികളുടെ സർഗവാസനയ്ക്ക് ഒക്കെ പ്രത്യേക പരിഗണനയും നൽകിക്കൊണ്ടുള്ള ഒരുപാട് പദ്ധതികളും നമ്മുടെ ക്ലാസ് റൂമുകളിൽ നിന്ന് ആവിഷ്കരിച്ചിട്ടുണ്ട്. പോരട്ടെ, നിർത്തണ്ട. ടീച്ചറിന്റെ ആശയം മുഴുവനായി പറഞ്ഞോ. കുട്ടികൾക്കെല്ലാം പിന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് കൂടുതൽ ജ്ഞാന നിർമ്മിതിവാദത്തിന് ശിശു കേന്ദ്രീകൃതമായ സമീപനം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മുതൽ സാങ്കേതികത്തിൽ തൊട്ട് ഒട്ടനവധി മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. കുട്ടികളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ ഇന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞോ? എന്താ ഈ ഒരു ലാഗ് വരുന്നേ? അല്ല, ആലോചിച്ച് കിട്ടുന്നതേ ഉള്ളായിരുന്നു. ഇത്രയും സമയം തരത്തില്ല കേട്ടോ. കാര്യം ഇത് വളരെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഞാനങ്ങ് ചോദിച്ചത്. അപ്പോൾ അതിൽ പോലും നമുക്ക് നന്നായി പറയാൻ പറ്റാതെ വരരുത്. അൻഷു ടീച്ചറിന് നന്നായി സംസാരിക്കാൻ പറ്റും, നല്ല ലാംഗ്വേജ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്.
അപ്പം അത് നമ്മൾ തടസ്സമില്ലാതെ ഇത്രയും ഞാൻ തന്നാൽ മതിയോ, ഇത്ര ഞാൻ പറഞ്ഞാൽ ടീച്ചർ സാറ്റിസ്ഫൈഡ് ആണോ, ആയല്ലോ, ഇത്ര പോരെ എന്നൊന്നും ചിന്തിക്കരുത്. നമുക്കൊരു മതി എന്നൊരു തോന്നൽ ഇൻ്റർവ്യൂവറിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കത്തക്ക രീതിയിൽ തോന്നുമ്പോൾ അല്ലെങ്കിൽ വായിച്ചെടുക്കുമ്പോൾ മാത്രമേ അത് നിർത്താവൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഇനിയും കേൾക്കാൻ ഇങ്ങനെ തയ്യാറായിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞ് ഞാൻ കൺവിൻസ്ഡ് ആണ് എന്ന് തോന്നുമ്പോഴേ നിർത്താവൂ. ഓക്കെ, സാരമില്ല. ഇനി ബിൻസിൻ ടീച്ചർ പറഞ്ഞോ. ജ്ഞാന നിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതവും സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അത് കുട്ടികൾക്ക് അനുയോജ്യമായത്, അതായത് ശിശു കേന്ദ്രീകൃതമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആശയ അവതരണ രീതിയാണ് ഇപ്പൊ അനുവർത്തിച്ചു പോകുന്നത്. കുട്ടികൾക്ക് പ്രശ്നാധിഷ്ഠിത രീതിയും അധിഷ്ഠിതവും പ്രശ്ന പരിഹരണത്തിനുള്ള അവസരവും ഇപ്പോൾ നൽകുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് തന്നെ പുരോഗമനാത്മകമായ ടീച്ചർ പറഞ്ഞത് ആ ചിന്തയ്ക്കൊന്നും നൽകുന്ന വിദ്യാഭ്യാസ രീതിയാണ് നിലനിൽക്കുന്നത്. അറിവ് കുട്ടികൾ സ്വയം നിർമ്മിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി സാമൂഹിക സാംസ്കാരിക മാറ്റം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. കുട്ടികളുടെ നിലവാരത്തിനനുസരിച്ച് പാഠ്യപദ്ധതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ലിംഗസമത്വം പാലിച്ചുകൊണ്ടും ഭിന്നശേഷിക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടും ഉള്ള പാഠപുസ്തകങ്ങളും ഭിന്നശേഷിക്കാർക്ക് അനുരൂപീകരണം നടത്തിയുള്ള പ്രവർത്തനങ്ങളുമാണ് നൽകുന്നത്. ഇങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഓക്കെ, അഞ്ജൻ ടീച്ചറെ, ചെറിയൊരു ടെൻഷൻ എവിടെ നിന്നോ കേറുന്ന ഒരു ഫീൽ വരുന്നുണ്ടല്ലോ, ഉണ്ടോ? എന്ത് പറ്റി? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ, നമുക്കത് ചെയ്തെങ്കിലല്ലേ നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. നമുക്ക് ജോലി വേണ്ടേ? അത് എത്രയും വേഗം അങ്ങ് നടന്ന് തീരട്ടെ. എന്തിനാ വെറുതെ ഇങ്ങനെ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കേട്ട് അല്ലെങ്കിൽ എനിക്കിങ്ങനെ വർക്കൊക്കെ ചെയ്ത് പിരിമുറുക്കമൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ പോകണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം അങ്ങ് കഴിഞ്ഞിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കണ്ട. ടീച്ചറെ, ഞാൻ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഞാനിങ്ങനൊന്നും അല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യം അതുപോലെ ഒരാൾ പറഞ്ഞു. കേരളത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ എന്താണ് ഞാൻ ചോദിച്ചത്? കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം അവിടെ നിൽക്കണേ. എല്ലാവരും ഒന്ന് എഴുതി വെച്ച് ഓർത്ത് ആ ചോദ്യം ശരിക്കും മനസ്സിലാക്കി ഉത്തരം പറയുക. അഞ്ജൻ ടീച്ചറെ പറഞ്ഞോ, ഞാൻ ഒരു ക്ലൂ തന്നതാണ്. ആ ചോദ്യം എന്തായിരുന്നു? എന്റെ അഭിപ്രായത്തിൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ധാരാളം മാറ്റങ്ങൾ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായതെന്നാണ് എന്റെ അഭിപ്രായം. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഓരോ ക്ലാസ് മുറിയിലും നടക്കുന്നത് പ്രക്രിയാബന്ധിത പ്രവർത്തനാധിഷ്ഠിത സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായ ക്ലാസ് മുറികളാണ് ഇന്ന് ഓരോ പൊതുവിദ്യാലയങ്ങളിലും ഉള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ടാലന്റ് ലാബ്, ജൈവവൈവിധ്യ ഉദ്യാനം, അക്കാദമിക മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെ അതുപോലെ ഓരോ സ്കൂളിന്റെയും ഭൗതിക അക്കാദമികപരമായ ഭൗതികവും അക്കാദമികപരവുമായ ധാരാളം പ്രവർത്തനങ്ങളിലും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വരാൻ ഓരോ പൊതുവിദ്യാലയങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അന്ന് വരെ സാങ്കേതിക വിദ്യയെ എന്താണെന്നോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ അറിയാത്ത പൊതുവിദ്യാലയങ്ങളിലേക്ക് ഹൈടെക് ക്ലാസ് മുറികൾ, ലാപ്ടോപ്പുകൾ, ഇന്റർനെറ്റ് കണക്ഷനുകൾ, ഇങ്ങനെ ധാരാളം ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഓരോ ക്ലാസ് മുറികളിലും എത്തിയത് കുട്ടികളെ ദേശീയ തലത്തിൽ വരെ എത്തിക്കാൻ കഴിഞ്ഞു. ഇതിൽ മികച്ചൊരു പദ്ധതിയാണ് ടാലന്റ് ലാബ് എന്ന് പറയുന്നത്. കുട്ടിക്ക് പഠനത്തിന് മാത്രമല്ല
മറ്റേതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയും അവർക്ക് ആ കഴിവ് പരിപോഷിപ്പിക്കുന്നതിന് പ്രത്യേക പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് ടാലന്റ് ലാബ് എന്ന് പറയുന്നത്. ഒരേ കഴിവുകളുള്ള കുട്ടികളെ പ്രത്യേകം ഗ്രൂപ്പുകളാക്കുകയും അവർക്ക് പ്രത്യേകമായ പരിശീലനം ഇതിലൂടെ നൽകുന്നതാണ് ടാലന്റ് ലാബ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് നമ്മൾ അന്ന് വരെ പഠനോപകരണങ്ങളായി ഉപയോഗിച്ചിരുന്നത് നമുക്ക് തൊടാൻ പറ്റുന്നതും കാണാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ്. പക്ഷേ അതിനുശേഷം നേരിട്ട് പാഠപുസ്തകങ്ങളെ തന്നെ നമുക്കൊരു വിരൽ തുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഫലമായി ഓരോ ക്ലാസ് മുറിയിലും ഉണ്ടായത്. മതി മതി, ശ്വാസം വിട്ടോ. ജോളി ടീച്ചറെ, ചോദ്യം പറഞ്ഞിട്ട് ഉത്തരം പറ. കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനി ഉത്തരം പറ. ഇപ്പൊ ഈ ടീച്ചേഴ്സ് പറഞ്ഞ ഏകദേശം പോയിന്റ്സ് ഒക്കെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അതെ സാറേ, നേരത്തെ വന്ന ടീച്ചറിനോട് സാറ് ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നോ? അപ്പൊ ആ ടീച്ചർ പറഞ്ഞ അതേ ഉത്തരവായി എനിക്കും പറയാനുള്ളതെന്ന്. അങ്ങനെയാണോ പറയാൻ പോന്നെ? പോയിന്റ്സ് അതെനിക്ക് അറിഞ്ഞൂടാ. ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യന്റെ ഉത്തരം പറയാൻ പറഞ്ഞു. എന്നിട്ട് ആർക്കും ഒരു മനുഷ്യന് പോലും കത്തിയിട്ടില്ല. പറഞ്ഞവർക്ക് ഇനി അവസരമില്ല. വിൻസെന്റ് ടീച്ചറിന് എന്തൊക്കെയോ കത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അഖില ടീച്ചർ പറഞ്ഞോ? ജോളി ടീച്ചർ പറഞ്ഞത് തന്നെ പറയട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനത് ഇനി വേണ്ട അടുത്ത ആളിലേക്ക് പോയത്. അഖില ടീച്ചറെ ഒന്ന് പറഞ്ഞോ. കേരളത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഉണ്ട്. അയ്യോ, എനിക്ക് കേൾക്കുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പൊ ഓക്കെ ടീച്ചറെ. എനിക്ക് എന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അപ്പം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെയും അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ ICT സാധ്യതകളുടെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പം നേരത്തെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ചിട്ട് കാര്യങ്ങൾ അധ്യാപകരിൽ നിന്ന് കേട്ട് മനസ്സിലായെങ്കിലായി, അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നതാണ്. പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അവസരങ്ങളുണ്ട് അവർക്ക് തന്നെ അന്വേഷിച്ചും കണ്ടെത്തിയും കൂടുതലായിട്ട് അറിവ് ശേഖരിക്കാനുള്ളത്. അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങളിൽ നിന്നും അറിവിനെ വിപുലീകരിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള അവസരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് സ്കൂളിൽ നിന്നിട്ടായാലും അല്ലാതെ അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാഠപുസ്തകം ഒക്കെ ആണെങ്കിലും ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ പഠിക്കുന്ന രീതിയിൽ ഇപ്പം പേപ്പർ ക്രാഫ്റ്റ്, തയ്യൽ, അതുപോലെ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ പഠിപ്പിക്കാൻ അവർക്ക് ചെറിയൊരു തൊഴിൽ മാർഗം അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളത് പാഠപുസ്തകങ്ങളൊക്കെയാണ്. പിന്നെ കലാകായിക വിദ്യാഭ്യാസം എല്ലാം തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് പഠനം മാത്രമല്ല എല്ലാവിധ ആക്ടിവിറ്റികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. പിന്നെ ഇനി മാറി വരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പരീക്ഷാ രീതികളാണ്. ഇപ്പോഴും പ്രത്യേകിച്ചും ഈ ഓൾ പാസ് സിസ്റ്റം എന്നുള്ളത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ 4ാം ക്ലാസ്സിലെ പരീക്ഷകളൊക്കെ നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കാതെ സ്കൂളിൽ വരും. അതെന്താ പഠിക്കാത്ത ടീച്ചർ എന്തായാലും ഞങ്ങൾ ജയിക്കുമല്ലോ, ഇതാണ് അവരുടെ മറുപടി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം മാറണം. കാരണം ഇപ്പൊ പ്രധാനമായിട്ടും 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണത കൂടുന്നു. അതിന്റെ കാരണം അവൻ ആ സമയമാണ് പരാജയം എന്തെന്ന് അറിയുന്നത്. അതേസമയം 4ാം ക്ലാസ്സിലെ കൃത്യമായ ആശയങ്ങൾ ഗ്രഹിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് തോക്കേണ്ട സാഹചര്യം വരുന്നില്ല. അപ്പൊ ആ ഒരു രീതി ഓൾ പാസ് സിസ്റ്റം ഒക്കെ മാറി വരണം. അതിനുള്ള ഇത് ടീച്ചറെ ഈ പറഞ്ഞ ഈ ഒരു ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ടീച്ചർ പറയാൻ ഉദ്ദേശിച്ച ആശയത്തിന്റെ ഏകദേശ എസൻസ് എനിക്ക് കിട്ടി. ഇനി അശ്വതി ടീച്ചർ ഒന്ന് പറഞ്ഞോ, ചോദ്യവും ഉത്തരവും. കേരളത്തിൽ
വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? 1994 DPP മുതൽ ഇന്ന് നിലനിൽക്കുന്ന SSK വരെ വളരെയധികം മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലെ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? ഓക്കെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഫലമായി നമ്മുടെ വിദ്യാഭ്യാസ രീതി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന രീതിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളും സ്മാർട്ട് ക്ലാസ് മുറികളും എല്ലാം ആക്കി. സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളിൽ തന്നെ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടായത്. പിന്നെ കുട്ടികളുടെ കലാ കായിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പഠന രീതികളാണ് പുതുതായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. പിന്നെ പ്രക്രിയാധിഷ്ഠിത പഠനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന രീതിയിലുള്ള പഠന രീതി സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ ടീച്ചറെ മതി. നമ്മള് പിന്നെ ഇനി ആ ടോപ്പിക് പറയാം പറയാം. അയ്യോ എന്റെ കുഞ്ഞെ ഞാൻ വിളിക്കാം. ഞാൻ ഓർത്ത് അടിക്ക് പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയാന്ന് വിചാരിച്ചു. പറഞ്ഞു ടീച്ചറെ. എനിക്ക് പ്രകടമായ ഒരു മാറ്റം വന്നെന്ന് എനിക്ക് ഇപ്പം അടുത്തിടെയായിട്ട് തോന്നിയത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വന്ന ഒരു മാറ്റമാണ്. ഇപ്പൊ നമുക്ക് വിദ്യാഭ്യാസ രീതിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം, കാരണം മാറി വന്ന 3, 5, 7, 9 ക്ലാസ് ഒരു പാഠപുസ്തകം പരിശോധിച്ചു കഴിഞ്ഞാല് ഈ വിദ്യാഭ്യാസ രീതിയിൽ വന്ന പ്രകടമായ മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തുല്യത, ലിംഗസമത്വം എന്നീ തുടങ്ങിയ എല്ലാ ആശയങ്ങളും, ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കൽ തുടങ്ങിയ ഈ ആശയങ്ങളെല്ലാം ഉൾച്ചേർന്ന് വന്നൊരു മാറ്റം നമ്മുടെ പാഠപുസ്തകത്തിൽ കണക്കാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ശിശു കേന്ദ്രീകൃതം, അത്രയും നാളും ഉണ്ടായിരുന്ന ഒരു അധ്യാപക കേന്ദ്രീകൃതം മാറി ഇപ്പൊ ശിശു കേന്ദ്രീകൃതമായി. ICT സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ് റൂമുകളാണ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ വിക്ടേഴ്സിലൊക്കെ വന്നിട്ടുള്ള ക്ലാസ്സുകളുടെ ആ ഒരു ക്വാളിറ്റി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ പ്രധാനമായിട്ട് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളെ അത്തരത്തില് നല്ല പൗരന്മാരായി വളർത്തിക്കൊണ്ട് വരത്തക്ക രീതിയിലുള്ള എല്ലാ മൂല്യങ്ങളും മനോഭാവങ്ങളും കുട്ടികൾക്ക് കിട്ടേണ്ട ശേഷികളെല്ലാം കിട്ടത്തക്ക രീതിയിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പം നിലനിന്ന് അല്ലെങ്കിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി എല്ലാവർക്കും 1 സ്റ്റാർ, അമൃത ടീച്ചറിന് ഒരു 2 സ്റ്റാർ തന്നതായിട്ട്, 2 അല്ല 3 സ്റ്റാർ തന്നതായിട്ട് കണക്കാക്കിക്കോ. അതായത് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്, കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അശ്വതി ടീച്ചറും കുറച്ചുകൂടി നന്നായിട്ട് ഒരു 2 സ്റ്റാറിനുള്ള തുടക്കം ഇട്ടു. ബാക്കി എല്ലാവരും ചോദ്യം കേട്ട ഉടനെ ഓവർ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് നിങ്ങളിലുള്ള അറിവ് മുഴുവൻ പറയണം എന്ന ധാരണയിൽ ഉത്തരം പറഞ്ഞ ഒരു രീതി. അതായത് നമ്മളോട് ചോദിച്ച ചോദ്യം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെ കണക്ട് ചെയ്തൊന്ന് ഉത്തരത്തിലേക്ക് വരണം. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ മാറ്റത്തെ നോക്കിക്കാണുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തെ ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലാണ് ആ പാഠപുസ്തകം പോലും തയ്യാറാക്കിയിരിക്കുന്നത്. KCF 2023 നമുക്ക് പുത്തൻ പ്രതീക്ഷകളാണ് തരുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള പാഠപുസ്തകവും പഠന രീതിയുമാണ് നിലവിൽ അനുവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പാഠപുസ്തകം തയ്യാറാക്കുകയും കുട്ടികളിൽ മനുഷ്യത്വപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സമീപനമാണ് KCF 2023 സ്വീകരിച്ചിട്ടുള്ളത്. അതിനെ അടിസ്ഥാനമാക്കിയുള്ള പാഠപുസ്തകവും പഠന പ്രവർത്തനങ്ങളുമാണ് നിലവിൽ ഫോളോ ചെയ്തു പോകുന്നത്. ഈ പഠന പ്രവർത്തനങ്ങളൊക്കെ തന്നെയും കുട്ടിയെ നല്ല ഒരു വ്യക്തിയാക്കി രൂപീകരിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾ അതിനുശേഷം നമ്മളോട് അവർ തന്നെ ചോദിക്കും, എന്താണ് നിങ്ങൾ പാഠപുസ്തകത്തിൽ കണ്ട മാറ്റം എന്നുള്ളത്. ഓക്കെ, എന്താണ് പാഠപുസ്തകത്തിൽ നിങ്ങൾ പ്രകടമായ മാറ്റം എന്താണ് കണ്ടതെന്ന് അടുത്ത ചോദ്യമായിട്ട് അവർ ചോദിക്കും. നമ്മൾ ആദ്യം പറയേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, ആ മാറ്റത്തെ നമ്മൾ അത് കണ്ടു കഴിഞ്ഞു, അത് എന്തൊക്കെയാണ് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന രീതിയിൽ ഒന്ന് അതിനെ ഒരു മൊത്തത്തിൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അതിന്റെ എസെൻസ് കിട്ടി എന്ന് ഞാൻ അഖില ടീച്ചറിനോട് പറഞ്ഞു. ഇനി എന്ത് നിങ്ങൾ അതിൽ ആഡ് ചെയ്താലും നമുക്ക് അത് ആദ്യമേ അളന്നു കഴിഞ്ഞു. ആദ്യത്തെ 2 വരിയിൽ നിങ്ങളെ അളക്കപ്പെടും.
അപ്പൊ അത് മനസ്സിലാക്കാനാണ് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഉത്തരം പറയുക. ഇതിൽ അമൃത ടീച്ചർ മാത്രമാണ് ആ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്തുകൊണ്ട് മറുപടി പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? ബാക്കി നിങ്ങൾ പറഞ്ഞ പോയിന്റുകളെല്ലാം ശരിയാണ്, അത് പറഞ്ഞോ. മനസ്സിലായി ടീച്ചർ. എപ്പോഴേ തുടങ്ങിയപ്പോഴേ ആൾക്കാർ മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. മാറ്റം എന്നുള്ള രീതിയിലല്ല പറഞ്ഞു തുടങ്ങിയത്. അതെ അതെ അതെ. ഇനി അത് നമുക്ക് ഇനി ടൈമില്ല, നമ്മൾ വേഗത്തിൽ ഇത് മാറ്റങ്ങൾ വരുത്തണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സ്വയം സംസാരിച്ച് നോക്കുക. ഓരോ ടോപ്പിക്ക് നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ മറുപടി പറയുമെന്ന് ടൈം എടുത്ത് സ്വയം സംസാരിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോഴപ്പോഴേ ക്ലിയർ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നിലവിലെ വിദ്യാഭ്യാസ രീതിയിലെ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾ വാദോരാതെ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അൻഷ ടീച്ചറെ, നിലവിലെ പാഠപുസ്തകത്തിൽ ഈ ടീച്ചർ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ടീച്ചറിന് തോന്നിയ ഒരു പ്രത്യേകത. ഒരു പ്രത്യേകത അതെന്തോ ആവാം. അൻഷ ടീച്ചർ പോയോ? അക്ഷരമാലയ്ക്ക് പ്രാധാന്യം കൊടുത്തത് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. അത് റെലവന്റ് ആണോ? അല്ലെന്നല്ല, അത് പ്രത്യേകതയാണ്. അത് ഓക്കെ പ്രത്യേകത. പിന്നെ അല്ലാതെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇതെല്ലാം നോക്കി എന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു പ്രത്യേകത പറഞ്ഞൂടെ? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. പാഠപുസ്തകത്തിന്റെ പുറംചട്ട ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ആദ്യം തന്നെ തോന്നിയൊരു അനുഭവമായിരുന്നു. കാരണം ഭിന്നശേഷിക്കാരെയും ലിംഗസമത്വം പരിഗണിച്ചുകൊണ്ടും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആദ്യം തന്നെയുള്ള പുറംചട്ട അവർ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ സമൂഹത്തിലുള്ള എല്ലാ വിധത്തിലുള്ള നാനാതട്ടിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. കേറി വരുന്നുണ്ട്. അൻഷ ടീച്ചർ ഓക്കെ ആയി വരുന്നു. പാഠപുസ്തകങ്ങളിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് തന്നെ കുട്ടികളാണ്. അപ്പൊ ആ കുട്ടികളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള പാഠപുസ്തക നിർമ്മാണ രീതിയാണ് അവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിലൊരു കാര്യം പറഞ്ഞോട്ടെ, കുട്ടികൾ മാത്രമല്ല കേട്ടോ, കുട്ടികളും വരച്ചിട്ടുണ്ട്, അല്ലാത്ത മുതിർന്നവരും അതിനകത്തുണ്ട്. കാര്യം പാഠപുസ്തകത്തിന്റെ പുറംചട്ടയിൽ തന്നെ പേരുകൾ എഴുതിയിട്ടുണ്ട്. കുട്ടികളെന്ന് ഞാൻ പറയാൻ കാരണം, അന്ന് പത്രത്തിൽ വന്ന വാർത്തയുണ്ട്, അതിൽ കുട്ടികൾ വരച്ചിട്ടുണ്ട്, പക്ഷെ മുഴുവനായി കുട്ടികളല്ല എന്നൊരു ഇതും കൂടി ഞാൻ ആ അയച്ച SCERTയുടെ പത്ര കട്ടിങ് ഇല്ലായിരുന്നോ, SCERT പാഠപുസ്തകവും ഞാൻ എന്നിട്ട് പറഞ്ഞില്ലേ അതൊന്ന് തർജ്ജമ ചെയ്ത് വായിച്ചു നോക്കണേന്ന്. വായിച്ചോ? നോക്കണേ, എല്ലാവരും ഒന്നുകൂടി ഒന്ന് നോക്കണേ. അതിനകത്ത് അധ്യാപകരും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കുട്ടികളെന്ന് ഉദ്ദേശിച്ചതിന്റെ വ്യക്തമായി പറയാം, സ്കൂൾ കലോത്സവത്തില് ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ, അതിൽ വിജയികളായ കുട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ, ആ മത്സരത്തിൽ തിരഞ്ഞെടുത്തതെന്നല്ല, ഏറ്റവും വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ പാഠപുസ്തക നിർമ്മാണത്തിന് വേണ്ടി അതിന്റെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ആ കുട്ടികൾക്ക് അവസരം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അത് അന്നത്തെ പത്രങ്ങളിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം ജില്ലയിലെ അയത്തിൽ നിന്നുള്ള കുട്ടി. അതിന്റെ പേര് വീണ്ടും ഞാൻ നോക്കിയിട്ടില്ല. ഈ അൻഷ ടീച്ചറിന്റെ പേരുമായിട്ടൊക്കെ ബന്ധമുള്ള എന്തോ ഒരു പേരാണ്. അപ്പൊ അങ്ങനെ ആ കുഞ്ഞിന്റെ ഫോട്ടോ ഒക്കെ ഓർമ്മയുണ്ട്. ഇതിന് ഈ റെക്കോർഡ് യൂട്യൂബിൽ പോകുമ്പോ ഇതുവരെ ആ ടീച്ചർ അത് കണ്ടുപിടിച്ചില്ലേ എന്ന് പറയും, എങ്ങാനും ഞാനിത് പബ്ലിക് ആക്കുവാണെങ്കിൽ. അപ്പം പിന്നെ എന്തായാലും അങ്ങനെ കുട്ടികൾ എല്ലാം പങ്കെടുത്തതാണ്. അതിൽ കുട്ടികൾ മാത്രമല്ല, കുട്ടികളും ചിത്രം വരച്ചിട്ടുണ്ട്. കുട്ടികളുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. അതൊരു പ്രത്യേകത തന്നെയാണ്. ഇനി എല്ലാവരോടും എല്ലാ ചോദ്യവും ചോദിച്ചു പോകാനുള്ള ടൈം നമുക്കില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ പ്രധാന പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് തോന്നിയൊരു കാര്യം ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് പറയാം. അതിനകത്ത് നമ്മൾ അക്ഷരമാല ഉൾപ്പെടുത്തിയതിനെ അതൊരു കോൺട്രവേഴ്സി ആയതുകൊണ്ട് അങ്ങ് ഉൾപ്പെടുത്തി എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ, ആശയങ്ങൾ അതിലുണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത് എടുത്തു പറയാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് നമുക്ക് പറയാം, ഈ പറയുന്ന ഭിന്നശേഷിക്കാരെ പരിഗണിച്ചത് തന്നെ നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ പറ്റും. ഇന്ന് ഇപ്പോൾ ഗണിതത്തിന്റെ പാഠപുസ്തകം അമൃത ടീച്ചർ ആ ചിത്രം എനിക്ക് അയച്ചു തന്നപ്പോഴാണ് ഞാൻ വീണ്ടും ആ പാഠപുസ്തകത്തിലേക്ക് പോയത്. ടീച്ചർ ഇങ്ങനെ അയച്ചു തന്നിരുന്നു ഒരു ചിത്രം. അതായത് ഗണിതത്തിന്റെ ആദ്യത്തെ പാഠഭാഗത്തിൽ തന്നെ, 3ാം ക്ലാസ്സിൻ്റെതല്ലായിരുന്നോ ടീച്ചർ? അല്ല, 1ന്റെ തന്നെയാണോ അമൃത ടീച്ചറെ? 1ാം ക്ലാസ്സിന്റെ തന്നെ ആ ഒരു പാഠഭാഗത്ത് പിന്നെ കണ്ണ് കാണാത്ത ഒരു കുഞ്ഞിന്റെ ചിത്രമുണ്ട്.
അപ്പൊ അക്കങ്ങൾ പഠിക്കുകയാണ്. അക്കങ്ങൾ പഠിച്ചപ്പോ ആ കുട്ടി പറയുന്നു എനിക്ക് കാണാൻ കഴിയില്ലല്ലോ, 2 എന്ന് എഴുതണ്ടേ, എഴുതുന്നത് എനിക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പൊ അവന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്ക്, മറ്റേ വൈറ്റ് കെയിൻ അല്ലേ, അതൊക്കെ ഉണ്ട്, കണ്ണട വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുടെ ചിത്രം പാഠപുസ്തകത്തിലുണ്ട്. ഇതിപ്പോ ഞാൻ ഇത് കാണിച്ചാലും കാണില്ല, നമുക്കത് വാട്സപ്പിലെ അമൃത ടീച്ചർ ഇട്ട് തരും. അപ്പൊ ആ ചിത്രമുണ്ട് അതിനകത്ത്. അപ്പോ അവര് അതിന്റെ പ്രതിവിധിയായിട്ട് എന്താ ടീച്ചറെ ചെയ്തേ? അമൃത ടീച്ചറെ പറഞ്ഞോ പ്രതിവിധി. ആ കുട്ടിക്ക് സംഖ്യകൾ കാണില്ല, അപ്പൊ പ്രതിവിധി എന്താ? മറന്നോ? പോയോ? ഓക്കെ. മണൽക്കാർഡ്, അതായത് ഓക്കെ, മണൽ കാർഡിനകത്ത് എഴുതുക. അതായത് കാർഡിൽ 2 എന്ന് എഴുതി പശ തേച്ച് നമ്മൾ 2ന്റെ ചിഹ്നം ഉണ്ടാക്കില്ലേ, മണൽ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടില്ലേ, അതുപോലെ ചെയ്തിട്ട് 2 ടീച്ചറെ സാരല്ലേ, ഞാൻ പറഞ്ഞു അങ്ങ്. 2 എന്ന ഷേപ്പിലൂടെ കുട്ടി കൈ വെച്ച് വരച്ച് 2 പഠിക്കുന്നു. അതായത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് ബാക്കി ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ കൊടുക്കുക അല്ലേ. അങ്ങനെ അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പ്രശ്നമേഖലകളായിട്ട് തിരിച്ച് പാഠപുസ്തകം തയ്യാറാക്കിയിരുന്ന സമയത്തും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പരിഗണനയില്ലായ്മ എന്നൊരു പ്രശ്നം പറഞ്ഞിരുന്നു. ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവരില് ഇങ്ങനെയുള്ളവര്, ഭിന്നശേഷിക്കാര്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവര്, ഇങ്ങനെയുള്ള എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു പ്രശ്നമേഖലയായിട്ടായിരുന്നു അന്ന് കണക്കാക്കിയിരുന്നത്. അതും കഴിഞ്ഞ് പിന്നീട് വരുമ്പോഴും ഇവരെയൊക്കെ ഉൾപ്പെടുത്തണം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴും നമ്മൾ എങ്ങും ഒരു പാഠപുസ്തകത്തിൽ, എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല ഒരു പാഠപുസ്തകത്തിലും ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി എൻ്റെ കുഴപ്പമാണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അല്ലെ അശ്വതി ടീച്ചറെ? ഞാൻ വിട്ടുപോയതാണെങ്കിൽ ക്ഷമിക്കുക. ഇല്ല, സോഷ്യൽ സയൻസിന്റെ അതിഥി തൊഴിലാളികളെ പറ്റി പറയുന്നുണ്ട്. അവരെ കുട്ടി വന്ന് ഇവിടെ പഠിക്കുന്നതും ആ കുട്ടിക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങളെ പറ്റി എല്ലാം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ സമൂഹത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുസ്തകം. അതിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. വിമർശനം പറയേണ്ടവർക്ക് വിമർശനങ്ങളൊക്കെ പറയാം, പക്ഷെ അതിന്റെ കണ്ടന്റിന്റെ കാര്യത്തില് ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ തൃപ്തയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ കോൺഫിഡൻസോടുകൂടി അത് ഉത്തരം പറയാൻ എന്നോട് ചോദിച്ചാൽ എന്നെ കൊണ്ട് പറ്റുകയും ചെയ്യും. നിങ്ങളും അതുപോലെ പറയണം. കാര്യം നമ്മുടെ സമൂഹത്തിലെ മാറ്റം എപ്പോഴും പാഠപുസ്തകങ്ങൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം. അപ്പോൾ ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് പുസ്തകം മാറ്റിയത്. അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കുട്ടി തന്റെ ചുറ്റുപാടും കാണുന്ന എല്ലാത്തരം വ്യക്തികളെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിഥി തൊഴിലാളികളെ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ പലയിടത്ത് അതിഥി തൊഴിലാളി എന്ന് പറയുമ്പോൾ ബംഗാളിൽ നിന്ന് വന്നവർ മാത്രമല്ല, ഇപ്പൊ എല്ലാവരും ബംഗാളികളാണെന്ന് നമ്മൾ പറയുന്നത് അല്ലെ. പല ഭാഗത്തു നിന്ന് വരുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ വരുമ്പോൾ നമ്മൾക്ക് അവരെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ലായ്മയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഈ പ്രദേശത്ത് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേര് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ നന്നായി മലയാളം സംസാരിക്കുകയും നന്നായിട്ട് എഡ്യൂക്കേഷൻ നേടുകയും ചെയ്യുന്നുണ്ട്. അവിടത്തേക്കാൾ നന്നായി ഇവിടെ വന്നവര് എഡ്യൂക്കേഷൻ നേടി MBBS ഒക്കെ നേടിയ ഒരു കുട്ടിയെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ആദരിച്ചിരുന്നു. അത് ഓർത്തിട്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട്ടിലേക്ക് വന്ന് വിദ്യാഭ്യാസം നേടുന്നവര് ഇപ്പൊ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെ പോലും നമ്മൾ പാഠപുസ്തകത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞോ ടീച്ചർ. ആ പാഠപുസ്തകത്തിൽ തന്നെ അടുത്തൊരു പാഠത്തിലും ഉണ്ട് പറഞ്ഞൊരു വീൽ ചെയർ കുട്ടിയുടെ പിറന്നാളിനെ കുറിച്ച് എല്ലാവരും കൂടെ ആഘോഷിക്കും. അപ്പൊ 1ാം ക്ലാസ്സിൽ തന്നെ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുന്ന ഒരു സമയത്ത് തന്നെ അവനിലേക്ക് ഇങ്ങനെ ഒരു, കാരണം നമ്മൾ ഉദ്ഘാടനം നോക്കിയപ്പോ അതിനകത്തുണ്ട് ഷഫ്നിയുടെ കാര്യം. അതെ, ഈ ക്യാരക്ടേഴ്സിന്റെ പേര് ഒന്ന് നോക്കി കൃത്യമായി പഠിച്ചു വെച്ചേക്കണേ. ഷൈനിയെ നമ്മളില്ലേ പറഞ്ഞതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. പിന്നെ ആരുടെ പിറന്നാളെന്നായിരുന്നു ടീച്ചറെ? ആമിയോ എന്തോ? ആമിയുടെ ആണെങ്കിലും മിരിമോളാന്ന് തോന്നുന്നു വീൽ ചെയറിലിരിക്കുന്നത്. കാണാൻ വയ്യാത്ത റയാൻ. ഇത് നിങ്ങളും കൂടി ഒന്ന് റയാൻ നിങ്ങളും കൂടി ഒന്ന് പരിശോധിച്ച് എഴുതി വെച്ചിരുന്നാ മതി. അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണം. അപ്പോഴേ നമുക്ക് ആ പാഠപുസ്തകം നമ്മൾ അത്രയും നോക്കിയിട്ടാണ് വന്നത് എന്നുള്ള ധാരണ കിട്ടുകയുള്ളൂ.
അപ്പൊ അത് പാഠപുസ്തകത്തിന്റെ കാര്യം, ഏതൊരു ചോദ്യം കേട്ടാലും ചോദ്യത്തിനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് അതിനനുസരിച്ച് ഉത്തരം പറയുന്ന രീതി ഇനിയെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന് വീട്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നതേ ഉള്ളൂ ഇനിയൊരു മാർഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊരു ചോദ്യം. പറഞ്ഞോ ടീച്ചറെ. പിന്നെ ശ്രദ്ധ ഒരുപാട് വന്നതായിരുന്നു. പോക്സോ നിയമം ആദ്യമായിട്ട് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് അതുള്ളത്. എന്നാലും ഇടയ്ക്കൊരു വാർത്തയായിട്ട് വന്നതായിരുന്നു. അത് ആദ്യമായിട്ടാണ് പാഠപുസ്തകങ്ങളിൽ പോക്സോ നിയമം ഉൾപ്പെടുത്തിയത്. ഓക്കെ. അത് പുതിയ ഇൻഫർമേഷൻ, അതായത് നമ്മൾ നോക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആണ്. ഞങ്ങൾ ഈ പോക്സോയുടെ പുറകെ പോയിട്ട് കുറെ നാളായാലും വിൻസെന്റ് ടീച്ചറെ ക്ലാസ് കിട്ടുന്നില്ല. സാരമില്ല, നമുക്ക് എത്തിക്കാം. ഓക്കെ ടീച്ചറെ, നമുക്ക് അതിന്റെ ക്ലാസ് അത് മതി. അശ്വതി ടീച്ചറെ ക്ലാസ് ആയിട്ട് കിട്ടാനായിട്ട് ശ്രമം ഉണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയതാണ്. ചിലപ്പോൾ ടീച്ചറിന്റെ ഹസ്ബൻഡ് എടുക്കും, അല്ലെങ്കിൽ ഒരു വോയിസ് ആയിട്ട് നമുക്ക് അയച്ചു തരും. ഞാൻ ആലോചിക്കുന്നത് നമ്മൾ കണ്ടെത്തി എടുക്കുന്നതിനേക്കാൾ ആ മേഖലയുമായി നിൽക്കുന്നവർ നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇന്നലെ ഞാൻ പേരന്റിങ്ങിന്റെ വീഡിയോ ഇട്ടു. ഇതെല്ലാം നമുക്ക് വേണ്ട കണ്ടന്റുകൾ അതിലുണ്ട് എന്നത് കണ്ടിട്ടാണ് ഞാനത് ഇട്ടത് കേട്ടോ. അങ്ങനെയുള്ളത് കാണുന്നത് ഇടും. അതൊക്കെ നിങ്ങൾ സമയം പോലെ സ്പീഡ് കൂട്ടിയിട്ട് കേട്ട് ആശയങ്ങൾ ഉൾക്കൊണ്ട് വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം. നമ്മളിപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ല ഒരു തലമുറ, അതായത് ആധുനിക പിന്നെ സാങ്കേതിക വിദ്യയെല്ലാം പഠിച്ചു വയ്ക്കുന്ന ഒരു തലമുറയാണ് നിലവിൽ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇരിക്കുന്നത്. ഈ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിൽ തന്നെ സാധ്യമാകുമോ? നിലവിൽ ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കുന്നവരുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ കുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം കേരളത്തിൽ തന്നെ നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നിലവിൽ ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങളാണ് എനിക്കറിയേണ്ടത്. ആരാ പറയുന്നേ? അമൃത ടീച്ചറെ പറഞ്ഞോ. എപ്പോഴും ഞാൻ അവസാനം വിളിക്കുന്നെന്ന് തോന്നണ്ട. പറഞ്ഞോ. പറയത്തില്ല, ഇനി പറയത്തില്ല. കേരളത്തില് എനിക്ക് ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് അങ്ങോട്ട് ഞാനൊന്ന് പറഞ്ഞ് ശ്രമിച്ചു നോക്കാം. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ തന്നെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ പ്രധാനമായിട്ട് തൊഴിലവസരങ്ങളാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പാഠപുസ്തകം തന്നെ എടുക്കാം. ഈ കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയ വിദ്യാഭ്യാസം, ഇവയുടെയൊക്കെ ഒരു പ്രായോഗിക തലത്തിൽ കൊണ്ടുവരത്തക്ക രീതിയിൽ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾ 1ാം ക്ലാസ് മുതലേ അവരത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിൽ കൈത്തൊഴിലുകൾ പോലെ, അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏത് മേഖലയിലാണോ തിളങ്ങാൻ കഴിയുന്നത് ആ രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഹലോ വേൾഡ്, ഹലോ ഇംഗ്ലീഷ്. അപ്പൊ പ്രധാനമായിട്ടും രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്നത് കുട്ടികൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. മതി. എവിടോട്ടാ പോന്നേന്ന് മനസ്സിലായി. ക്വസ്റ്റ്യൻ ശരിക്ക് കേട്ടിട്ടില്ല എന്നും മനസ്സിലായി. അഖില ടീച്ചറെ പറഞ്ഞോ, ചോദ്യം പറയത്തില്ലേ? ചോദ്യം ഞാൻ ഒന്നും പറയാം. എന്നുവെച്ചാല് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തില് ഓക്കെ ആണോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് കേരളത്തില് അവസരങ്ങളുണ്ട്, പക്ഷെ അത് എല്ലാവരിലേക്കും എത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പരിമിതമാണ്. ഏറ്റവും കണ്ടെത്തി പോകാൻ കഴിവുള്ളവൻ എത്തിച്ചേരുന്നുണ്ട്, ബാക്കിയുള്ളവര് പിന്നിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാരും കൂടുതലായിട്ടും ഈ പറഞ്ഞതുപോലെ പാഠപുസ്തകങ്ങളില് ഈ കൈത്തൊഴിലുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആരും തന്നെ ആ രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരില്ല. എല്ലാവർക്കും ഉന്നതമായ ജോലി, ഉന്നതമായ ശമ്പളം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും മറ്റു സ്ഥലങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ പോകുന്നത്. അല്ലാതെ കേരളത്തിൽ അവസരങ്ങളുണ്ട്. ഓക്കെ, എന്നാലും ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഭാഗം വിട്ടുപോയി. ഇനി വിൻസെന്റ് ടീച്ചർ പറഞ്ഞോ. കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ മതി. ഇപ്പോൾ ടെക്നിക്കൽ രീതിയിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ IIT പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ അത് വേണ്ട വിധം
ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. പക്ഷെ അത് കുട്ടികൾ വേണ്ട വിധം ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവസരങ്ങളൊന്നും ഇല്ലാതില്ല. അൻഷി ടീച്ചറിന് വേണ്ടി ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ കാര്യം ഇവരെല്ലാരും വിട്ടു. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ചോദ്യം പറയുമ്പോൾ ബാക്കിയുള്ള സൈഡ് പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് കൃത്യമായി ചോദ്യം കേൾക്കുക. ഇത് കുഞ്ഞുങ്ങളല്ല, ഇപ്പൊ ഞാനില്ലേ ചെറിയ പിള്ളേരോട് സംസാരിക്കുന്ന പോലെയാണ് പലപ്പോഴും, ഗ്രൂപ്പിലാണെങ്കിലും അല്ലാതെയും എനിക്ക് അങ്ങനെ പറഞ്ഞിരുത്തേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ആകരുത്. വ്യക്തമായി ചോദ്യം കേൾക്കുക, അത് മനനം ചെയ്തെടുക്കുക, മനസ്സിലാക്കി അതിനെക്കുറിച്ച് ആലോചിച്ച് ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ സത്യം എന്താണെന്ന് ഉൾക്കൊണ്ട ശേഷം മാത്രം സംസാരിക്കുക. അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പിന്നിലേക്ക് പോകും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ അൻഷി ടീച്ചറെ, നിലവില് നമ്മൾ വിവരസാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തി, അങ്ങനെയുള്ള കുട്ടികളാണ്, വിവരസാങ്കേതിക വിദ്യയും ഒക്കെ AI ഒക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചു വരുന്ന കുട്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമയം വരുമ്പോൾ ഇവരൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു വരുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ കേരളത്തില് അതിന് വേണ്ട സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ, ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? ഇത്രയുമാണ് ചോദ്യം. തീർച്ചയായിട്ടും ഈ അടുത്ത ദിവസം നമ്മുടെ പത്രത്തിൽ വന്ന ഒരു കാര്യം തന്നെയായിരുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു ചർച്ചയായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സാർ ശിവൻകുട്ടി സാർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാരണം നിലവിൽ നമുക്ക് അതിനുള്ള സാധ്യതകൾ കുറവാണെന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം കേരളത്തിൽ നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ എടുക്കാൻ മിക്കപ്പോഴും കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ വേറുള്ള സ്ഥലത്ത് പോയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ കഴിവിനും എബിലിറ്റിക്കും ഉള്ള ഒരു പ്ലാറ്റ്ഫോം സാധ്യത കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതുകൊണ്ടായിരിക്കുമല്ലോ കുട്ടികൾ വേറുള്ള സ്ഥലത്ത് പോകാനായിട്ട് തയ്യാറാവുന്നത്. അങ്ങനെയാണ് ടീച്ചറിന്റെ അഭിപ്രായം. അതിൽ എനിക്കൊരു പ്രതീക്ഷ തന്നത് തുടക്കത്തില് പത്രവാർത്തയെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ ആ പത്രവാർത്തയെ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ശിവൻകുട്ടി സാറ് പറഞ്ഞതിനേക്കാൾ മറ്റൊന്നുണ്ട്, മറ്റൊരു ടേമുണ്ട് അല്ലേ? എന്തായിരുന്നു അത്? ഇപ്പൊ ഓർമ്മ വരുന്നോ മിൻസിൻ ടീച്ചറെ, അഖില ടീച്ചറെ? പറഞ്ഞോ. കോൺക്ലേവ്, ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ്. പത്രം വായിക്കണം, നോട്ട് എഴുതണം, അതേക്കുറിച്ച് ചിന്തിക്കണമെന്ന് 100 ആവർത്തി ഞാൻ പറഞ്ഞതാണ്. ജോളി ടീച്ചറെ പറഞ്ഞോ? മൈക്ക് ഓൺ ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ അവസരം തന്നേ. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാധ്യതകൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശരിക്കും കൂടുതൽ തന്നെയാണ്. മികച്ച സർവകലാശാലകള്, ഗവേഷണത്തിന് കുട്ടികളെ സഹായിക്കുന്ന റിസോഴ്സ് പേഴ്സൺസ്, അതുപോലെ മറ്റുള്ള എല്ലാം തന്നെ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതുമാണ്. ഉയർന്ന സാമ്പത്തിക ബാധ്യത, ഫീസും അവസരങ്ങളുടെ കുറവും ഒക്കെ കുട്ടികൾ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോ നിലവിലെ വിദ്യാഭ്യാസ രീതി ഇനി ഞാനങ്ങ് പറയാണേ. അഖില ടീച്ചർ എന്താ ആഡ് ചെയ്യാനുള്ളേ? അത് പറയാൻ വന്നത് പത്രത്തിൽ കണ്ടു. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം കണ്ടിട്ട് പെട്ടെന്ന് ചിന്തിച്ചത് നമ്മൾ എനിക്കിട്ടല്ലോ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉന്നത വിദ്യാഭ്യാസത്തിലോട്ട് പോകുന്നേ. അതുമല്ല, വാർത്ത എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവ, അതുപോലെ തന്നെ സമൂഹത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന കോൺട്രവേഴ്സി പരമായിട്ടുള്ള വാർത്തകളും സമൂഹത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന വാർത്തകൾ, ഇതെല്ലാം നമ്മൾ നോക്കണം. ഇപ്പോ ഈ പറയുന്ന അതായത് ലഹരിയുടെ ഉപയോഗം, ഇതെല്ലാം ഇൻഡയറക്ട്ലി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖല പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗമനവും അത്യാവശ്യമാണ് അല്ലേ? അപ്പൊ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ കുട്ടികൾ വരുമ്പോൾ അവർക്ക് പ്രാപ്തമായ രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ കേരളത്തിലുണ്ടോ, അതോ ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് വന്നു കഴിഞ്ഞാൽ ഉറപ്പായും ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. അതാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് ഇവിടെ നടന്നത് അല്ലേ? അപ്പൊ 15, 16 തീയതികളിലാണെന്ന് തോന്നുന്നു. 2 ദിവസം ആണെന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റാണെങ്കിൽ തിരുത്തണേ. അപ്പൊ അത് പത്രങ്ങളിലും വളരെ വിശദമായി വന്ന വാർത്തയാണ്. അപ്പോൾ നമ്മുടെ
നിലവിലെ കുട്ടികൾ അതായത് ഇപ്പോൾ സ്കൂളുകളിൽ ഇരിക്കുന്ന ഏറ്റവും റിവൈസ്ഡ് ആയിട്ടുള്ള പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ച് KCF 2023 അനുസരിച്ച് പഠിച്ചു വരുന്ന നമ്മുടെ കുട്ടികൾ തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വളരെ മികച്ച രീതിയിലേക്ക് മുന്നോട്ട് കുതിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കുള്ള കാരണം തന്നെ ഈ അടുത്ത് കോഴിക്കോട് അല്ലെ കോഴിക്കോടല്ലേ നടന്നേ? അതെ, കോഴിക്കോട് കുസാറ്റ് അല്ലേ, കുസാറ്റിൽ വെച്ച് നടന്ന ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് ആണ് ആത്മവിശ്വാസത്തോടു കൂടി എനിക്കത് പറയാനുള്ള അവസരം തരുന്നത്. അതായത് നമ്മുടെ കുട്ടികള് പുറത്തേക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പോകുന്നുണ്ട് എന്നതിനെ മാധ്യമങ്ങളിൽ വരെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. നമ്മുടെ എന്തോ ഒരു കുറവ് പോലെ തന്നെയാണ് അതിനെ നോക്കി കാണേണ്ടതും. അതായത് നമ്മുടെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താതെ ഏറ്റവും ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസം പുറം രാജ്യങ്ങളിലാണ് എന്ന തോന്നൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കും രക്ഷിതാക്കളുടെ ഉള്ളിലേക്കും വന്നു കഴിഞ്ഞു. അതിനെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നിലവാരം എങ്കിൽ മാത്രമേ നമുക്ക് ഉയർത്താനും സാധിക്കുകയുള്ളൂ. അല്ലാതെ കുട്ടികൾ പുറത്തേക്ക് പോകട്ടെ എന്നാണ് ചിന്തയെങ്കിൽ ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഉയരുകയില്ല. നിലവിൽ നടത്തിയ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവില് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മറ്റു പല രാജ്യങ്ങളിലെ പ്രതിനിധികളും അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താ അതെ അതെ, അതുപോലെ തന്നെ ടാൻസാനിയയിൽ നിന്ന് വന്ന പ്രതിനിധികള് കേരളത്തെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. അതായത് അവിടേക്ക് സർവകലാശാല സ്ഥാപിക്കുവാനായിട്ട് കേരളത്തിനെ ക്ഷണിച്ചിട്ടുമുണ്ട്. കേരളത്തിന്റെ സഹായം അവരുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലേക്ക് അവർ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. അപ്പൊ അതിന് ചിലപ്പോൾ നമുക്ക് ചെറിയ കാലതാമസം വന്നാൽ പോലും അത് അപ്രാപ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിലവിലും നമ്മുടെ കേരളത്തില് ഉന്നത വിദ്യാഭ്യാസത്തിന് പറ്റിയ സ്ഥാപനങ്ങൾ നിലവിലുമുണ്ട്, അതിനനുസരിച്ചുള്ള വിഷയങ്ങളുമുണ്ട്. എന്തുകൊണ്ടോ ഈ പറയപ്പെടുന്ന നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ഫീഡ്ബാക്കിനെയൊക്കെ നമുക്കൊന്ന് പോസിറ്റീവാക്കി എടുക്കാൻ മാത്രം, അത് മാധ്യമങ്ങളുടെ സഹായത്തോടെയും രക്ഷാകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെയും ഒക്കെ നമുക്കത് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളുണ്ടല്ലോ, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകിക്കൊണ്ട് അവരുടെ മനോഭാവം മാറ്റിയെടുക്കേണ്ടതാണ് എന്നുമാണ് എൻ്റെ അഭിപ്രായം എന്ന രീതിയിൽ സംസാരിക്കണം. ഓക്കെ അല്ലേ? ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിനെ കുറിച്ച് നന്നായിട്ടൊന്ന് നോക്കി വെക്കണേ. ടീച്ചറെ, മന്ത്രി പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നുള്ള രീതിയിലല്ലേ പറഞ്ഞിട്ടുള്ളത്? ടീച്ചറെ, ഇനി അത് നമ്മളിവിടെ കോൺക്ലേവ് വെക്കാൻ തന്നെ കാരണം ഈ ഒരു പ്രശ്നം, അതായത് രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഉള്ളില് ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് പോരായ്മയുണ്ട്, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് പഠിക്കാൻ പ്രാപ്യമല്ലെന്നോ, അല്ലെങ്കിൽ അവർക്ക് പുറത്തേക്ക് പോയാലുള്ള ജോലി സാധ്യതയിൽ കുറവുണ്ടെന്നോ ഒക്കെയുള്ള ചിന്തകളുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ എപ്പോഴും നമ്മുടെ പോരായ്മകളെ ഉൾക്കൊണ്ട് അത് മാറ്റണ്ടേ? അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് അവർ കോൺക്ലേവ് വെച്ചത്. എങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നിലവിൽ നമ്മളുടെ അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നിലവിൽ കേരളത്തിൽ ഉണ്ട്, മികച്ച സംവിധാനങ്ങൾ നിലവിലുണ്ട്. പക്ഷെ അതിനെ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യപ്പെടണം എന്ന രീതിയിലല്ലേ നമുക്ക് മറുപടി പറയാൻ പറ്റൂ? അപ്പൊ ഞാൻ ആദ്യമേ നമ്മളത് പറഞ്ഞു. അതായത് മറുപടികൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സത്യസന്ധമായി മറുപടി പറയുക, നമ്മുടെ തോന്നലുകൾ പറയുക. പക്ഷെ നമ്മുടെ തോന്നലുകൾ ഒരിക്കലും ഒരാളെ ഹർട്ട് ചെയ്യുക, അയാളുടെ വിശ്വാസങ്ങളെയോ അയാളുടെ വിശ്വാസ പ്രമാണങ്ങളുണ്ട് അല്ലെ. അതായത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് PSC ബോർഡ് മെമ്പേഴ്സ് ആരാണ്, എന്താണ്, എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ ഉള്ളത്. അതാത് സർക്കാരിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതലും അല്ലേ. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് അതെ, നമ്മൾ അവിടെ ചെന്ന് അതിനെ അത് മൈൻഡിൽ ഉണ്ടാകണം. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ ഞാൻ മനോരമ പത്രവും ദേശാഭിമാനി പത്രവും നോക്കാറുണ്ട്. ഇപ്പൊ ദേശാഭിമാനിയിലാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വരിക, കാരണം അത് പാർട്ടി പത്രമാണ്. മനസ്സിലായോ?
നിങ്ങളെല്ലാവരും അത് നോക്കണം എന്ന്, അത് ഇപ്പോൾ എല്ലാവരും വരുത്തണമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും സർക്കാരിൻ്റെ പദ്ധതികളെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ഈ ദേശാഭിമാനി പത്രം നോക്കേണ്ടി വരുന്നുണ്ട്. ബാക്കിയുള്ള പത്രങ്ങളിൽ ഒന്നും ഇല്ല എന്നല്ല, പലപ്പോഴും വിമർശനപരമായിട്ടുള്ള, അത് ഓരോ പത്രത്തിൻ്റെയും രാഷ്ട്രീയമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ പത്രവും ഓരോ രാഷ്ട്രീയ മനോഭാവത്തിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ചായ്വാണ് മനോരമയ്ക്കുള്ളത്, മാതൃഭൂമിക്ക് ഈ പറയുന്ന അല്ലേ ഒരു BJP ചായ്വ്, ആ ഒരു രീതിയിലല്ലേ, ABVP BJP അങ്ങനെയുള്ള ഒരു ചായ്വാണ്. അപ്പോൾ അങ്ങനെയാണ് പറയപ്പെടുന്നത് അല്ലേ, ആ ഒരു രീതിയിലാണ്. അല്ലെങ്കിൽ പിന്നെ കേരള കൗമുദി, അങ്ങനെ ഓരോന്നും എന്താണ് ജാതീയമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ചിന്താധാരകളുള്ളവരാണ്, ആ ഒരു രീതിയാണ്. നമുക്ക് കൂടുതൽ സർക്കാർ പദ്ധതികൾ അറിയണമെങ്കിൽ ഈ പറയുന്ന പോലെ ഇതും കൂടി നിങ്ങൾ റെഫർ ചെയ്യണം. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമാണ്, നോക്കുക കേട്ടോ. എനിക്ക് കൂടുതൽ വിവരങ്ങൾ അതിൽ നിന്നാണ് കിട്ടിയത്. പക്ഷെ അല്ലാതെ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത് രണ്ടും വായിച്ചേ പറ്റൂ. അതായത് ഒന്ന് പുകഴ്ത്തലും ഒന്ന് ഇകഴ്ത്തലുമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പറ്റൂ അല്ലേ. എന്താണ് സത്യം എന്ന് അറിയണമെങ്കിൽ രണ്ട് വശവും അറിഞ്ഞിരിക്കുക. ഒന്നിലധികം പത്രങ്ങൾ വായിക്കാൻ ശ്രദ്ധിച്ചാൽ നല്ലത്. ഞാൻ ഒരുപാട് പിറകിലോട്ടാണ് പത്രവാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. എനിക്കും ഇനി നിങ്ങളിലോട്ട് ഓടിയെത്തണം. ഓക്കെ, ടീച്ചർ ഒരു കാര്യം പറയട്ടെ. നമ്മളിപ്പം പറഞ്ഞില്ലേ, കലോത്സവങ്ങളിൽ ചിത്രരചനയിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികളെ കൊണ്ടാണ് ചിത്രം വരപ്പിച്ചിരുന്നത്. ഇനിയിപ്പൊ അടുത്ത മാറി വരുന്ന 2, 4, 6, 8 പുസ്തകങ്ങൾ ഭിന്നശേഷിക്കാരെയും പട്ടികജാതിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരാണ് ചിത്രം വരച്ച് കൂടുതലും വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് നമ്മൾ കലാവിദ്യാഭ്യാസത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന പട്ടികവർഗക്കാരെ ഉൾപ്പെടുത്തിയാണ് അവരാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു സെന്റൻസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടി നോക്കണേ. കുറെ ദിവസം പത്രവാർത്ത ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ പാഠപുസ്തകത്തിലെ ഫ്രണ്ട് പേജില് കുട്ടികൾ കല്ല് വെച്ച് അതെ 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 അത് ഞാൻ ആ അയച്ച കട്ടിങ്ങിനകത്തുണ്ടായിരുന്നു, അയച്ചതിലും ഉണ്ടായിരുന്നു. നിങ്ങളത് നോക്കിയിട്ട് കൃത്യമായിട്ട് പുസ്തകത്തിന്റെ എല്ലാ പ്രത്യേകതയും ഇപ്പൊ തന്നെ ഞാൻ കോൺഫിഡന്റ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ. പുസ്തകത്തെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം, നമ്മൾ ഇനി അധികം പാഠങ്ങൾ നോക്കിയില്ലെങ്കിൽ പോലും നമുക്കൊരു പിന്നെ ഓൾറൗണ്ട് ഒരു മുഴുവനായ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞു ഇല്ലേ. ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇംഗ്ലീഷിന്റെ, ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ക്ലാസ് അവിടെ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതായത് അനുഷ ടീച്ചർ ഇനി എന്നെ ശരിയാക്കും. സമയമുണ്ടോ എന്ന് നോക്കട്ടെ. സമയമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതാണ് ഇന്റർണലൈസിങ് ലാംഗ്വേജ് എന്നുള്ളത് ടീച്ചർ എന്നോട് ചോദിച്ചായിരുന്നു. ഞാനത് റെക്കോർഡായിട്ട് ഇടട്ടെ ടീച്ചറെ? അത് ഞാൻ റെക്കോർഡ്, അതൊരു ടോപ്പിക്കായിട്ട് എടുക്കാൻ ഇല്ല, പക്ഷേ ടീച്ചർ അത് ചോദിച്ചപ്പോൾ ഞാൻ അതിന് അത് മാത്രം പോരെ ടീച്ചറെ. കാര്യം അവിടെ ഒരു ഡൗട്ട് വരാനുള്ള ഒരു സാധ്യത തോന്നിയിട്ട് ഞാൻ അതേക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് നോക്കിയപ്പോൾ ഇന്റർണലൈസിങ് ലാംഗ്വേജും അക്വിസിഷനും തമ്മിൽ നേരിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതും കൂടി നമ്മളിലേക്ക്, എന്തായാലും ടീച്ചർ ചോദിച്ചതല്ലേ, അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് സ്ലൈഡൊക്കെ ആക്കി കൊണ്ടുവന്നതാണ്. 2 ദിവസമായിട്ട് സ്ലൈഡ് കയ്യിലിരിക്കുക, പക്ഷെ അത് നടന്നില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഇന്നിപ്പോൾ രാവിലെ ക്ലാസ് ഇട്ടതുപോലെ ബാക്കിയിടാം. ഓക്കെ അല്ലേ? ഇന്നിപ്പം നിങ്ങൾ കോൺഫിഡന്റ് ആണോ അതോ ഉള്ളതും കയ്യിൽ നിന്ന് പോയോ? എന്തോ അവസ്ഥ? വല്ലാത്ത അവസ്ഥ. സാരമില്ല, എനിക്കതിലും വല്ലാത്തൊരവസ്ഥ. ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ജോലി ടീച്ചറെ പറഞ്ഞോ, എന്താ അവസ്ഥ? എനിക്ക് പക്ഷെ ആദ്യത്തെ ജോലി ടീച്ചറിന്റെ അവസ്ഥ എന്നൊക്കെ മുമ്പോട്ട് വന്നതായിട്ടാ തോന്നുന്നത്. പിന്നെ എന്തൊക്കെയോ അതെല്ലാവരിലും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ആരെയും മനസ്സിലാവുന്നില്ല. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് ഇപ്പോ. ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്ത് നോക്കിയപ്പോ പറയാൻ പറ്റുമോ എന്തൊക്കെയാന്നുള്ള ഒരു ഡൗട്ട് അത് ഇന്നോട്ടാ തുടങ്ങി. അഞ്ജലി ടീച്ചറെ വീഡിയോ ഓണാക്ക്. മറ്റുള്ള ടീച്ചേഴ്സ് സംസാരിക്കുന്ന വെച്ച് നോക്കുമ്പോ എനിക്ക് ഞാൻ സ്വയം ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് 10% പോലും അറിയത്തില്ല.
അങ്ങനെ ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിക്കണ്ട. അതാണ് ടീച്ചറിന്റെ പ്രശ്നം, അതേ ഉള്ളൂ. അവരെ കമ്പയർ ചെയ്യുകയും വേണ്ട. ടീച്ചറിന് എല്ലാം അറിയാൻ, ധൈര്യമായിട്ടിരിക്കുക. അപ്പൊ എനിക്ക് ടെൻഷനേ ഇല്ല. അതായത് വരുന്നത് അതിനനുസരിച്ച് വേണം ആ ഒരു ഇതിലേക്ക് പോവാണ്. എന്നാലും ഞാൻ കേൾക്കുന്നൊക്കെ നന്നായിട്ട് എഴുതി വെക്കുക, വായിക്കുകയും ചെയ്യുന്നുണ്ട്. ടീച്ചർ പറഞ്ഞ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ ടെക്സ്റ്റ് ബുക്ക് പാഠപുസ്തകത്തില് മുഴുവൻ വായിച്ചില്ലെങ്കിൽ പോലും കുറെ കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുണ്ട്, കുറെ പാഠങ്ങളുടെ പേര് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചോദിച്ചാല് നമുക്ക് പറയാൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്നൊരു ആത്മവിശ്വാസമുണ്ട്. അതെ. അഞ്ജലി ടീച്ചറെ പറഞ്ഞോ, ഇന്ന് എന്താ പറ്റിയേ? ബാക്കിയുള്ളവർക്ക് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് വന്നപ്പോഴത്തേക്ക് തന്നെ എന്റെ പകുതി ഉള്ള ജീവനൊക്കെ പോകും. എന്തിന് ഉള്ള ജീവൻ പോയാ പിന്നെ ചേട്ടൻ എന്തോ ചെയ്യും? ഒന്നാമത് പകുതി ഉള്ള അതാ ടീച്ചർ എല്ലാ ക്ലാസ്സിലും ആദ്യം ഇന്നോടായിട്ടാണ് ചോദിക്കുന്നത്. ഞാനൊരു കൊച്ചല്ലയോ, ആ കൊച്ചിനൊരു പരിഗണന കൊടുക്കാന്ന് വിചാരിച്ചായിരിക്കും ചോദിക്കുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സിലും അഞ്ജലിയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് ജോളി ടീച്ചറിനോട് ചോദിച്ചാ ജോളി ടീച്ചർ പെട്ടെന്നൊന്നും ഇങ്ങനെയാവും. അൻഷ ടീച്ചറിനെ വിളിച്ചപ്പോ അവിടെ ടീച്ചർ ബിസി ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് അഞ്ജലി ടീച്ചർ പറയുമല്ലോ എന്ന് വെച്ചല്ലേ വിളിക്കുന്നേ. ഇവരൊക്കെ ടീച്ചർ ചോദിക്കുമ്പോഴേ അങ്ങ് പറഞ്ഞു തുടങ്ങും. പക്ഷെ എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വരുന്നു ആ ഒരു ഉത്തരത്തിലോട്ട് എത്താന്. ഇതേ ഓരോരുത്തരും ഇതാ പറയുന്നത്. അപ്പൊ പിന്നെ ആരാ ഈ പെട്ടെന്ന് പറയുന്നേ? എല്ലാരും പറയുന്നത് മറ്റുള്ളവര് പെട്ടെന്ന് പറയുന്നു, അവര് വേഗം പറയുന്നു, അവര് നന്നായി പറയുന്നു. നിങ്ങൾ എന്താ നിങ്ങളിലേക്ക് നോക്കാത്തേ? ആകെ ഒരു 5 സെന്റൻസ് അങ്ങോട്ട് കൈയുള്ളത് അത് തിരിച്ചിട്ട് മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അറിയാം. അത് 5 ചോദ്യം ചോദിക്കുമ്പോഴും ഇത് പറയരുത്. എന്റെ കയ്യിൽ ആകെ ഒരു എന്താണ് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി പദവേ ഉള്ളൂ. പാഠപുസ്തകം മാത്രമേ എന്റെ കയ്യിലുള്ളൂ. അല്ല അത് നല്ലതാ. അറിയാതെ അവിടുത്തെ ടീച്ചറിന്റെ ഉത്തരം ആ രീതിയിലാ വരുന്നത്. എന്റെ കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കുമ്പോഴേ അവിടെ ചിന്തിച്ചു. അതാ പിന്നെ അമൃത ടീച്ചർ പത്രം കൃത്യമായിട്ട് വായിക്കും. അമൃത ടീച്ചർ പത്രം വായിക്കാൻ പോകുന്ന കഥ ടീച്ചർ പറയും. അമൃത ടീച്ചർ ഒന്ന് പറഞ്ഞേ. എന്റെ പത്രവായനയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. എന്റെ വീട്ടിൽ പത്രം വരുത്തുന്നില്ലായിരുന്നു. ഞാൻ പലയിടത്തും അന്വേഷിച്ച് നടന്നു. ഈ പരിസര പ്രദേശത്ത് പോലും പത്രം ഏതോ ഒരു വീട്ടിലാണ് കൊണ്ടിടുന്നത്. അത് അവർക്ക് എല്ലാ ദിവസവും കിട്ടാറില്ല. ഞാൻ അവസാനം ലൈബ്രറിയിൽ പോയി. പിന്നെ എന്റെ അടുത്തുള്ള വീട്ടിലൊരു അനിയനോട് പറഞ്ഞിട്ട് അനിയൻ എന്നും പത്രം വീട്ടിൽ മേടിച്ചുകൊണ്ട് വരും. എനിക്ക് അന്നൊന്നും പത്രം കിട്ടത്തില്ല. 2 ദിവസം 3 ദിവസം കൂടുമ്പോഴാണ് പത്രം കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വാരിയിട്ടാണ് ഞാൻ അതിന്റെ കൂടെ ഞാൻ ചില ഈ ടെലഗ്രാം ചാനലും കൂടെ നോക്കിയിട്ടാണ് എഴുതുന്നത്. ഇപ്പൊ എന്തായാലും എനിക്ക് 2 ദിവസത്തെ പത്രം ഒരുമിച്ച് കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പെൻഡിങ്ങിലാണ്. എനിക്ക് എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കംപ്ലീറ്റ് ആവുമ്പോ ഒക്കെ എനിക്ക് അയക്കാറുണ്ട്. അത് അധികം താമസമില്ലാതെ. അതോ അയക്കുമ്പോൾ ആ നോട്ട് വളരെ നന്നായിട്ട് ഒരുവിധം എല്ലാം കവർ ചെയ്ത് ടീച്ചർ എഴുതാറുണ്ട്. അപ്പൊ നമുക്കൊരാവശ്യം വന്നാലും എനിക്കും അത് ഹെൽപ്ഫുള്ളാണ്. എനിക്ക് പെട്ടെന്നൊന്ന് എടുത്ത് നോക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെല്ലാം എനിക്ക് ന്യൂസ് അയച്ച് തന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പത്രം നോക്കുന്നുണ്ട്. പത്രം നോക്കിയിട്ടാണ് എഴുതുക. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാമത് ആ ലൈബ്രറിയിൽ പോയി. അത് ഞാൻ മാതൃഭൂമിയാ നോക്കിയത് കേട്ടോ. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്നോട് അവിടെ ഇരിക്കുന്ന ആ കൊച്ചനോട് പറഞ്ഞ, ചേച്ചി ഒരു കാര്യം ചെയ്യും, വേണ്ടുന്ന പത്രം എല്ലാം എടുത്തോണ്ട് അങ്ങ് പൊയ്ക്കോ, എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ഇനി കൊണ്ട് തിരിച്ചു തന്നാ മതി. അപ്പൊ അത് പറയാനൊരു മനസ്സുണ്ടായില്ലേ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു എന്തായാലും എനിക്ക് പത്രം എന്റെ കയ്യിൽ കിട്ടണം എന്ന് ഞാൻ വിചാരിച്ച് ഒരാളെ ഏർപ്പാടാക്കി. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴെങ്കിലും എനിക്ക് പത്രം കൊണ്ട് തരണേന്ന് അയാളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. നന്നായിരിക്കട്ടെ. കണ്ടോ, ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം വീട്ടിൽ പത്രം ഉണ്ടായിട്ട് എഴുതാൻ പറ്റാത്തവര്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ പ്രയാസമാണ്. ഇപ്പൊ ജോലി ടീച്ചറിനാണെങ്കിൽ മോള് 10ാം ക്ലാസ്സിലാണ്, ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചറിനെ വരണം. അഖില ടീച്ചറിന്റെ അവസ്ഥയും പിന്നെ നമുക്കത് എല്ലാവർക്കും ഓരോരുത്തരുടെ അവസ്ഥ ഓരോ തരത്തിലാണ്. അഖില ടീച്ചറിനും ജോലിയുണ്ട്, ലേറ്റായി വരും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ടീച്ചറിനെ നോക്കിയേ പറ്റൂ. അതാണ് ടീച്ചറിന്റെ ഒരു അവസ്ഥ. നമ്മളാരും വിചാരിക്കുന്ന പോലെയല്ല. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ടീച്ചറിനുണ്ട്. അശ്വതി ടീച്ചറും കുഞ്ഞും കാര്യങ്ങളും ഉണ്ട്. അഞ്ജലി ടീച്ചർക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അഞ്ജലി ടീച്ചറും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അഖില ടീച്ചറും ഒക്കെ
നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആരും തന്നെ ഇപ്പം നിലവിലില്ല. നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന, അതായത് നമ്മളെ എപ്പോഴും അധികം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ മക്കളാണ്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ആരും പോയിട്ടില്ല. പിന്നെ ഡിപ്പെൻഡൻസി ഉള്ള എല്ലാവരെയും നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ നമ്മുടെ സ്വപ്നത്തിന്റെ പിറകെയാണ്. അപ്പൊ അത് ഓർക്കുക. ഇത് പറയാൻ എളുപ്പമാണ്. ഇപ്പൊ ബിൻസിൻ ടീച്ചർ മനസ്സിൽ ഇങ്ങനെ പലതും ഓർക്കുന്നുണ്ടാവും. പക്ഷെ എനിക്കിത് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിയുന്നത് വരെ മറ്റാരെയും നോക്കേണ്ടതില്ല. സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് കുറവാണ് പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ സ്വയം മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. കാര്യം ഈ ഒരു ചൂടിൽ നിങ്ങൾ ഇനി ഒന്നും കൂടി ശ്രദ്ധിച്ചേ ആൻസർ പറയൂ, ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യും. നാളെ തന്നെ നിങ്ങൾക്കുള്ള ഒരു പ്രധാന ആക്ടിവിറ്റി, നിങ്ങൾ എല്ലാവരും നാളെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ഗ്രൂപ്പിലിടണം. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു. ഞാനത് ഒരുപാട് ടൈമൊന്നും എടുത്ത് ചെയ്യാൻ പറയുന്നില്ല. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാനേ അർഹരല്ലെന്നേ ഞാൻ പറയൂ. ഒരു 10 മിനിറ്റ് ദിവസവും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭൂമിക്കേ ഒരു ഭാരമാണെന്ന് ഞാൻ പറയേണ്ടി വരും. എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കരുത്. കാര്യം ഈ സ്റ്റേജുകളിലൂടെ എല്ലാം പോയ ഒരാൾക്ക് അതങ്ങനെ പറയാൻ പറ്റൂ. കാര്യം ഞാൻ ഇപ്പോൾ ബിൻസിന്റെ ടീച്ചറിനും അമൃത ടീച്ചറിനും ഒക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾക്കും അറിയാം, സ്റ്റാറ്റസ് ഒക്കെ കാണുന്നതുകൊണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തു, ഒരു ചെറിയൊരു സ്ഥലം എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഞാനത് ക്രിയേറ്റ് ചെയ്തു. അവിടെ ഒരു ഡെസ്ക് ഉണ്ട്, കുറച്ച് ചെടികളുണ്ട്. എനിക്ക് ചെടികൾ ഇഷ്ടമാണ്. പണ്ടേ കുഞ്ഞിലേ പ്രകൃതിയിൽ ഒറ്റയ്ക്ക് പോയിരിക്കാനേ എവിടെയെങ്കിലും അറ്റം പിടിച്ച് ഓരം പോയിരുന്ന് എന്തെങ്കിലും എഴുതാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ സ്പേസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരാളെ പോലും ഞാൻ അവിടോട്ട് പോകുന്ന സമയത്തേക്ക് വരരുത് എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടം. കാര്യം എൻ്റെ ഒരു നോയ്സ് ഒന്നും വരാൻ പാടില്ല. പക്ഷെ നമുക്ക് കുഞ്ഞിനെ അധികം റെസ്ട്രിക്റ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷെ അവൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി ഇപ്പോൾ എന്നുള്ളതാണ്. ഒരുവിധം അഡ്ജസ്റ്റ് ആയി. കാര്യം അമ്മ അവിടെ പോയിരിക്കുന്ന സ്ഥലമാണ്, അവിടെ വരുമ്പോൾ ഞാനും അധികം ബഹളം വെക്കരുത്. അവനും അതിൻ്റെ അറ്റത്തേക്ക് വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവനൊരു ബുക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാര്യം അവരും സ്വന്തം സന്തോഷത്തിന് കുറച്ച് ടൈം കണ്ടെത്തണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ വളരെ പോസിറ്റീവ് ആവും. പണ്ടൊക്കെ ഞാൻ ഡയറി എഴുതിയിരുന്ന ഒരു രീതി, എനിക്ക് വിഷമം വരുമ്പോഴാണ് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. വിഷമങ്ങൾ മുഴുവൻ എഴുതി വെക്കും. പക്ഷെ ആ വിഷമങ്ങളിലൂടെ നമ്മൾ വീണ്ടും പോകുമ്പോൾ, വീണ്ടും അറിയാതെ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ ആ വിഷമം കൂടിയേ ഉള്ളൂ. ആദ്യം എഴുതുമ്പോൾ നമുക്കൊരു റിലീഫ് തോന്നും, വളരെ സ്വസ്ഥമായി, ആരോടും പറയാൻ പറ്റില്ല, നമ്മുടെ വിഷമം മൊത്തം എഴുതി തീർത്തു എന്ന് തോന്നും. പക്ഷെ അത് എഴുതും തോറും നമ്മുടെ വിഷമങ്ങൾ കൂടിയേ ഉള്ളൂ. നമ്മൾ ഉള്ള കാര്യങ്ങൾ അതെ സന്തോഷമായിട്ടിരിക്കാം. ചിലപ്പോൾ നമ്മൾ കള്ളങ്ങൾ എഴുതേണ്ടി വരും. ചിലപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ എഴുതും, എന്താണ്, ഞാൻ ഈ ഒരു ദിവസത്തിൽ വളരെ ഹാപ്പി ആയിരുന്നു, അതിന് നന്ദി എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ ഒരു ദിവസം അനുഭവിക്കാനുള്ള ജീവൻ നിങ്ങളിൽ നിലനിന്നെങ്കിൽ അത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരിക്കണം, അല്ലേ? ഇന്ന് എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദിവസമായിരിക്കും. എത്രയോ പേർക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എത്രയോ പേർക്ക് വിഷമങ്ങൾ, താങ്ങാനാകാത്ത വിഷമങ്ങൾ കിട്ടിക്കാണും. നമുക്കൊന്നോ രണ്ടോ ചെറിയ പിണക്കങ്ങളോ അല്ലെങ്കിൽ ചെറിയ വിഷമോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ താങ്ക്സ് പറയണ്ടേ? നമ്മൾ അങ്ങനെ ഒരു ഡയറി കീപ്പ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, അതായത് നമ്മൾ അഫർമേഷൻസ് എന്ന് പറയത്തില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. അത് നടന്നു എന്നുള്ള രീതിയിൽ, അനുഭവിക്കുന്ന രീതിയിൽ എഴുതി വെക്കുക. ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അല്ല ചിലർക്ക് പറഞ്ഞോ ടീച്ചറെ. നമ്മുടെ സൈലൻസിലാണെങ്കിൽ നമ്മൾ ജനറ്റിക്സ് പഠിച്ചൊരു മിസ് ഉണ്ടായിരുന്നല്ലോ, ശ്രീകല എന്ന് പറയുന്നത്. അത് നടക്കുന്നുണ്ട്. മകൻ ന്യൂസിലൊക്കെ കാണിച്ചു, മകൻ 1 വർഷം മുമ്പ് മരിച്ചു. അതിന്റെ ദുഃഖത്തില് ഭാര്യയും ഭർത്താവും കൂടെ കൈകൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു പുഴയിൽ ചാടി രണ്ടുപേരും മരിച്ചു. അതാരാ ഈ മിസ്സാണോ? ജനറ്റിക്സ് പഠിപ്പിച്ച മിസ് ആദ്യം വന്ന് പഠിപ്പിച്ചപ്പോ പിന്നെ നമ്മൾക്ക് കുട്ടികളൊക്കെ പറഞ്ഞു ഇഷ്ടമായില്ല, കുറച്ച് ഹൈ ലെവലാ ടീച്ചർ പഠിപ്പിക്കുന്നേന്നുള്ള രീതി പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം മാറ്റിയില്ലേ, പയർ വിത്തിന്റെ ഒക്കെ മനസ്സിലായി ടീച്ചറെ, മനസ്സിലായി. അതെ അതെ അതെ. സൈലത്തിലാണോ? സൈലത്തിൽ ഉണ്ടായിരുന്നു. സൈലത്തിന്റെ ജനറ്റിക്സ് പഠിപ്പിച്ച ആദ്യം. അറിയാവുന്നേ ആയിരിക്കും, പക്ഷെ എനിക്ക് കിട്ടത്തില്ല. എനിക്കൊന്ന് ഫോട്ടോ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് അയച്ചു തരണേ, ടീച്ചറിന്റെ ഫോട്ടോ.
അങ്ങനെ അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. നാളത്തെ നിങ്ങളുടെ ടാസ്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഇരുന്നതായിരിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാൻ എന്റെ സന്തോഷമായിരുന്നു ഈ കുപ്പിവെള്ള എന്ന് ഞാൻ പറഞ്ഞു, എന്റെ നൊസ്റ്റാൾജിയ. എന്റെ ഒരു ഇഷ്ടം പറഞ്ഞ് നിങ്ങൾക്ക് വട്ടായിട്ട് തോന്നി. ആ പറഞ്ഞോ. എന്താണെന്നറിയാമോ? ഹീറോ ഹീറോ പേനയില്ലേ, നമ്മുടെ പഴയ മഷി നിറയ്ക്കുന്ന പേന. എന്റെ കയ്യിലും ഉണ്ട് കളക്ഷൻ. അതിന്റെ പലതരം പേന. അതിൽ മഷി നിറയ്ക്കുക എന്റെ ഇഷ്ടം. ഒരിഷ്ടം. അത് അത് ഇവിടെ ഹസ്ബൻഡിന് സ്റ്റാഫാ നിറച്ചു കൊടുക്കുന്നത്. അവര് രാവിലെ എല്ലാം റെഡിയാക്കി വെക്കുക ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു അത് എനിക്ക് വേണമെന്ന്. ഇപ്പൊ എല്ലാ ദിവസവും ഞാനാ നിറയ്ക്കുന്നത്. പലതരം മഷി ഇറക്കുന്ന പേനയുണ്ടെന്ന് എന്നോട് ചോദിച്ചു, നിനക്ക് വട്ടങ്ങാണ്. അപ്പൊ എന്റെ പണ്ട് നമ്മൾ കൊച്ചിലെ നമുക്ക് ഹീറോ പേന ഇല്ലേ, അത് മഷി നിറക്കുമ്പോ നമുക്കൊരു സന്തോഷം. അതിപ്പോഴും എനിക്ക് തോന്നുന്നു. അതെ, എന്റെ ക്രേസുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളാ. പേനകള്, ബുക്കുകള്, ഇങ്ങനെയുള്ള. അപ്പൊ അങ്ങനെ ഇഷ്ടം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ പൈസയാണെങ്കിലും ചിലവാക്കി എന്തെങ്കിലും ഒരു സാധനം വാങ്ങി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളരെ സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. ഒരു ചെറിയൊരു ചെടി നടുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ടോ. അഖില ടീച്ചറെ, അൻഷി ടീച്ചർ, ആ നിക്കേ ടീച്ചറെ, അഖില ടീച്ചറെ ഞാൻ വരാം. അൻഷി ടീച്ചർ എന്തോ പറഞ്ഞേ? ഫുഡ് കഴിക്കാൻ പോകുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചതാ ഞാൻ. നമുക്ക് ഇഷ്ടം സന്തോഷം എന്ത് തെറ്റ്? ഒരിക്കലുമല്ല. കാശുണ്ടെങ്കിലും സമയം ഉണ്ടെങ്കിലും ആളുകൾ കൊണ്ടുപോകാൻ തയ്യാറുണ്ടെങ്കിലും ഞാനിവിടെ ഞാൻ പറയാറാണ്, ഞാനും ശ്രേയും കൂടാ പോകുന്നത്. ചേട്ടായി കിട്ടാത്തോണ്ടാ പാവം രാവിലെ തൊട്ട് രാത്രി വരെ ഒരിടത്ത് ഒരൊറ്റ ഇരുത്തിയാണ്. CSC ആയതുകൊണ്ട് കിട്ടുമ്പോൾ ഞങ്ങളെല്ലാം അടിച്ചു പൊളിച്ച് എല്ലാ ഞായറാഴ്ചയും പുറത്ത് പോയിരിക്കും. ഉള്ള ടൈം നാണ്ട് ഇപ്പോഴും ഇച്ചിരി മുമ്പ് വന്ന് ഒളിച്ചു നോക്കിയിട്ട് പോയതാ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ടൈമൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിക്കും. പക്ഷേ എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് എൻ്റെ മോനാണ്. ഞങ്ങൾ ഔട്ടിങ് മൂഡ് ശരിയല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പുറത്തോട്ടൊന്ന് പോവുക, അവൻ എന്നെ കൊണ്ടുപോകും. ടിക്കറ്റൊക്കെ അവനാ എടുക്കുന്നത്. അവനെ അങ്ങനെ പിന്നെ ആക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, എൻ്റെ മോൻ എന്നെ നോക്കാനായല്ലോ എന്നുള്ള ഒരു ഫീലിലേക്കാണ്. എന്നെ നോക്കാനല്ല അവനെങ്കിലും അവര് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, ബില്ലൊക്കെ അവൻ കൊടുക്കുന്നു, ആ ഒരു രീതി. അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ നമുക്ക് ഹാപ്പിനെസ് ആണ്. അഖില ടീച്ചറെ മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. നമ്മളെ പിള്ളേര് നമ്മളെ ഇപ്പൊ വലിയ പിള്ളേരാ, എനിക്ക് വലിയ പിള്ളേരാ, എന്നാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച്, ആഗ്രഹമല്ല ഒരു ഇഷ്ടം തോന്നിയത് മനസ്സിൽ വെച്ച് പിന്നെ എന്തെങ്കിലും വാങ്ങിയൊക്കെ തരുമ്പോഴത്തേക്ക് നമുക്ക് സന്തോഷമുണ്ടാവും. അത് കുറെ നാളുകൾക്ക് മുമ്പ്, ഇപ്പൊ ഒരു 2 വർഷമായെന്ന് തോന്നുന്നു, ഒരു പ്രാവശ്യം നാട്ടിലേക്ക് പോയപ്പോ ഞങ്ങളൊരു എക്സിബിഷന് കയറി പത്തനംതിട്ട. അപ്പോഴൊരു വെറൈറ്റി, അന്ന് വരെ ഞാൻ കാണാത്ത തരം മീന് ഇങ്ങനെ ആ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, പല കളറ്. അപ്പോഴ് അത് അവൻ അന്ന് മനസ്സിൽ വെച്ചിരുന്നിട്ട് അതെനിക്ക് ഇഷ്ടമായി എന്ന് കണ്ട് ഇപ്പം ഒരാഴ്ച മുന്നേ അത് കണ്ടപ്പോ അതേപോലത്തെ 2 മീൻ വാങ്ങിക്കൊണ്ട് വന്നു. അവന് എക്സാമാ. ഞാനെന്നാ പറയുന്നത് അപ്പോൾ പറഞ്ഞു അത് ഉമ്മച്ചി പറഞ്ഞ ആഗ്രഹമാ പണ്ട്. ഞാനതൊക്കെ മറന്നുപോയി, പക്ഷെ പിള്ളേര് ഓർത്ത് വെച്ചേക്കും. അതെ, നമ്മൾ അതിലൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് തിരിച്ച് നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മൂക്കൂത്തി വാങ്ങി തന്നത് മോനാണ്. അത് ഒടിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും വിഷമമായി. ഈ ഇടയ്ക്ക് വീണ്ടും പോയി മാറ്റിയതാണിത്. അവൻ്റെ സേവിങ്സിൽ നിന്ന് അവൻ്റെ ഇഷ്ടം അനുസരിച്ച് അവൻ തന്നെ സെലക്ട് ചെയ്ത് അവൻ തന്നെ വാങ്ങിയതാണ്. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. അഖില ടീച്ചറിനോട് ഞാൻ വീണ്ടും, ഇനി ആരും മിണ്ടരുത്, അഖില ടീച്ചറെ എന്താ ഇഷ്ടം? ഒരുപാട് കഴിവുള്ള ആളാണ് അല്ലേ? ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, ക്രാഫ്റ്റുകൾ ചെയ്യാറുണ്ട് അല്ലേ? നന്നായിട്ട് ക്ലാസ് എടുക്കും അഖില ടീച്ചർ. അഖില ടീച്ചർ നന്നായിട്ട് ക്ലാസ് എടുക്കും. ഒരു പ്രാവശ്യം നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. അതെ ടീച്ചറെ, നിലവില് കുറച്ച് നേരത്തെ ടീച്ചർ പറഞ്ഞില്ലായിരുന്നു, നമ്മള് 10 മിനിറ്റ് നമുക്ക് വേണ്ടി ഇല്ലെങ്കിൽ പിന്നെ ജീവിക്കുന്ന കാര്യം. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് എടുക്കണമെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ടീച്ചറിനുണ്ട്, എനിക്കറിയാം. ടീച്ചറിന് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അതെല്ലാം അറിയാം. നമ്മൾ വളരെ ബോൾഡായിട്ട് നിന്നുകൊണ്ട് നല്ലത് മാത്രം പ്രതീക്ഷിച്ചാൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് വളരെ ഹാപ്പി ആയിട്ട് കുറച്ച് ടൈം ടീച്ചറിന് വേണ്ടി മാറ്റിവെച്ച് എല്ലാവരും മസ്റ്റായി നാളെ തന്നെ എനിക്ക് ആ ആക്ടിവിറ്റി കാണണം. നിങ്ങൾ നാളെ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല. എന്താണ് നിങ്ങളുടെ ആ ഹാപ്പിനെസ് എന്ന് എനിക്ക് അറിയണം. അത് എൻ്റെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അറിയണം. എല്ലാവർക്കും അറിയണ്ടേ പരസ്പരം നിങ്ങൾ എന്താ ഹാപ്പിനെസ്സിന് വേണ്ടി ചെയ്തത് എന്നുള്ളത്. ഓക്കെ ടീച്ചറെ, പിന്നെ ഇപ്പോഴത്തെ
ആ ന്യൂസും ഒരു പ്രാധാന്യമുള്ള ന്യൂസ് അല്ലേ, മറ്റേ അധ്യാപകന് എതിരെ വിളിച്ച് കൊലവിളി നടത്തിയ ആന്ന് ടീച്ചർ, അത് എല്ലാവരും കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വിട്ടത്. പക്ഷെ അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം, അതും ഡിസ്കസ് ചെയ്യാം. ഒരു കുട്ടികളുടെ വ്യക്തിത്വ വികാസം നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. സുധിന ടീച്ചർ ഇപ്പോഴാണ് ജോയിൻ ചെയ്യുന്നേ, നോക്കട്ടെ. ടീച്ചറെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞില്ലായിരുന്നോ? എന്തുവായിരുന്നു ടീച്ചർ? വിദ്യാഭ്യാസത്തിന്റെ കാര്യം. എന്തുവായിരുന്നു പറഞ്ഞേ അഖില ടീച്ചർ? എന്തുവായിരുന്നു പറഞ്ഞേ? അത് നമ്മൾ പറയരുത്, നമ്മളിപ്പോ അതായത് അത് മാറ്റാൻ പോകുന്ന സംഗതിയൊക്കെയാണ്. അത് ഉയർന്ന ക്ലാസ്സുകളിലോട്ട് വരുമ്പോഴാണ്. കാര്യം നമ്മള് പ്രൈമറി തലത്തിലേക്ക് വരുമ്പോൾ കുട്ടികളെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സിയാണ്, നമ്മളായിട്ട് ഇട്ടു കൊടുക്കരുത്. കുഞ്ഞുങ്ങളുടെ ടീച്ചർ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി, അവരുടെ നിലവാരക്കുറവിലേക്ക് അത് പോകുമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പോകുന്ന ക്ലാസ്സുകൾ, അതായത് കുട്ടികൾ സംയുക്ത ഡയറി എഴുതുന്നുണ്ട്, സചിത്ര ബുക്കുകൾ, കുഞ്ഞെഴുത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുന്ന കുട്ടികളുടെ സ്റ്റാൻഡേർഡ് നല്ലതായിട്ട് ഉയർന്നു നിൽക്കുന്ന കുട്ടികളാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോനെ നോക്കാറില്ല, അവനെ ഹോംവർക്കുകൾ ഞാൻ ചെയ്യിപ്പിക്കാറില്ല. കാര്യം നമ്മൾ ആ വഴി കാണിച്ചു കൊടുത്തത് അവർക്ക് ശീലമായിട്ടുണ്ട്. ഇപ്പോൾ തനിയെ വരുന്നു, ഹോംവർക്ക് ചെയ്യുന്ന, ഒരു സംശയം എന്നോട് ചോദിക്കാനില്ല. എന്താ അമ്മ ഇതെന്താ, അങ്ങനെ ഒന്നും അവർക്ക് ചോദിക്കാനില്ല. വ്യക്തമായി അവർ എഴുതിക്കൊണ്ട് പോകുന്നു. പിറ്റേ ദിവസമായിരിക്കും ഞാൻ ബുക്ക് നോക്കുന്നത്, എഴുതിക്കൊണ്ട് പോകുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും. ആ ഒരു രീതി. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്കൊന്ന് വായിച്ചോ എന്തെങ്കിലും ഒന്ന് അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടി വരിക. എൻ്റെ എഫേർട്ടേ അല്ല, ഒരിക്കലും എൻ്റെ എഫേർട്ടല്ല, അത് അവരെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ഗുണമാണ്. നമ്മൾ ചില വഴികൾ കാണിച്ചു കൊടുത്തു എന്നല്ലാതെ. അപ്പോ ഒന്നാം ക്ലാസ്സിലെ നോട്ട്ബുക്ക്, അങ്ങനെ നോട്ട്ബുക്ക് ഉണ്ട്. നോട്ട്ബുക്കിന് എന്താ നമ്മൾ പറയുന്നത്? പിന്തുണാ ബുക്ക് അല്ല, കുഞ്ഞെഴുത്ത് എന്ന് പറയുന്നത് വർക്ക് ബുക്കാ ടീച്ചറെ, അതാണുള്ളത്. പിന്നെ സംയുക്ത ഡയറി, വാക്കുകൾ വ്യക്തമായിട്ട് എഴുതി വെക്കണേ, തിരിഞ്ഞു പോകരുത്. സംയുക്ത ഡയറി നമ്മൾ പേരൻസ്, അമ്മയും കുഞ്ഞും കൂടി എഴുതുന്നത്. പിന്നെ മറ്റേ സചിത്ര ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോട്ട് അല്ലെങ്കിൽ ഇപ്പം അക്ഷരങ്ങളോ വാക്കുകളോ എഴുതിപ്പിക്കുമ്പോൾ ആ എഴുതുന്ന ബുക്കാണോ ഉദ്ദേശിക്കുന്നത്? അതായത് സചിത്ര ബുക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇന്നാള് കാണിച്ചു തന്നില്ലായിരുന്നോ, പിന്നെ മോൻ്റെത് ചെയ്തത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടില്ലേ, ചിത്രവും അതേ സംബന്ധിച്ച വാക്യങ്ങളും ഒക്കെ എഴുതിയതാണ് സചിത്ര ബുക്ക്. പക്ഷെ നിലവില് സചിത്ര നോട്ട് ബുക്കാണത്, അതേ ഉള്ളു, അതാണ് ബുക്ക് അവർക്ക്. പക്ഷേ നിലവില് കുഞ്ഞെഴുത്തുള്ളത് കൊണ്ട് ഇതെല്ലാം കൂടി നടക്കില്ല. അപ്പൊ അവര് ഈ കുഞ്ഞെഴുത്തുണ്ടല്ലോ, കുഞ്ഞെഴുത്ത് ഉള്ളത് കൊണ്ട് സചിത്ര ബുക്ക് വേണ്ട എന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് പല സ്കൂളുകളിലെയും ടീച്ചേഴ്സ് പറഞ്ഞത്. സാരമില്ല ജോളി ടീച്ചറെ, ഞാൻ കേട്ടില്ല, എന്തുവായിരുന്നോ എന്തോ പറഞ്ഞ സൗണ്ട് കേട്ടോ കേട്ടോ. പിന്നെ എന്താണ് സചിത്ര ബുക്ക് അതുകൊണ്ട് നിലവിൽ ഡ്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഹാൻഡ് ബുക്കിനകത്ത് സചിത്ര ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാ ഡൗട്ട് വന്നേ. കാരണം ടെക്സ്റ്റ് ബുക്ക് ആണോ ഇനി അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. സചിത്ര ബുക്കില് നിങ്ങള് അല്ല സ്പേസ് ഉള്ള സ്ഥലത്ത് എഴുതിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. അങ്ങനെ സ്ഥലമുള്ളിടത്ത് എഴുതാന്നുള്ള അതാണെങ്കിൽ അത് വർക്ക് ബുക്കാണ്, കുഞ്ഞെഴുത്താണ്. മലയാളത്തിന്റെ വർക്ക് ബുക്കാണ് കുഞ്ഞെഴുത്ത്, മറ്റേത് ഗണിത മിഠായിയോ അങ്ങനെ എന്തോ ആണ്. അതെല്ലാം നമുക്ക് വ്യക്തമായി ഒന്ന് നോക്കി പോണം. ഞാനതാ കളിപ്പെട്ടി, ICT-യുടെ പുസ്തകമാണ് കളിപ്പെട്ടി. അപ്പൊ ഈ പറയുന്ന പോലെ പറഞ്ഞു. സചിത്ര ബുക്ക് ടീച്ചറെ, സചിത്ര ബുക്ക് എന്ന് പറയുമ്പോൾ ചിത്രവും ആ ചിത്രവുമായി ബന്ധപ്പെട്ട വാക്യങ്ങളും ചെറുവാക്യങ്ങളും ഒക്കെ ഉള്ളതാണ് സചിത്ര ബുക്ക്. അപ്പൊ അതിന് പകരമായിട്ടാണ് ഇപ്പൊ കുഞ്ഞെഴുത്ത് വന്നപ്പോ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ ഏകദേശം ഈ സചിത്ര ബുക്ക് എന്ന് പറഞ്ഞാൽ വെട്ടി ഒട്ടിക്കണം, ടീച്ചർ തന്നെ ഇത് നിർമ്മിക്കണം, ടീച്ചർ തന്നെ ഇത്രയും കുട്ടികൾക്ക് വെട്ടി ഒട്ടിക്കണം. ഒരു 10 പിള്ളേരുള്ള ക്ലാസ് ആണെങ്കിൽ കുഴപ്പമില്ല, 10-35 പിള്ളേരുള്ള ക്ലാസ്സുകൾ ഇപ്പോഴും ഉണ്ടല്ലേ. അവിടെയൊക്കെ എല്ലാവർക്കും ഈ വെട്ടിയെടുക്കുക ഒട്ടിക്കുക എന്ന് പറയുന്ന ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ കുഞ്ഞെഴുത്ത് വർക്ക് ബുക്ക് വന്നല്ലോ. വർക്ക് ബുക്കിനകത്ത് ഈ പറയുന്ന പോലെ ചിത്രങ്ങളുണ്ട്, ചിത്രങ്ങൾക്ക് നിറം കൊടുക്കാനുണ്ട്, തെളിവെടുത്ത് എഴുതാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ വർക്ക് ബുക്കിന്റെ കോപ്പി ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നുകൂടി എടുത്ത് നോക്കണേ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇപ്പം സംയുക്ത ഡയറി അല്ല സചിത്ര ബുക്ക് ഇപ്പൊ നിലവില് അങ്ങനെ ഉപയോഗിക്കുന്നില്ലെന്നാണ് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞത്. ഒരു ഡൗട്ടും കൂടെ, ഇവർക്ക് നോട്ട്ബുക്ക് ആയിട്ട് അല്ലാതെ
ഇപ്പൊ പാറ അല്ലെങ്കിൽ വാക്കുകൾ പറ തറ അങ്ങനെ എഴുതി പഠിക്കണ്ട, അതിനൊരു നോട്ട് ബുക്ക് വേണ്ട എന്നായിരുന്നു മുൻപേ പറഞ്ഞത്. അതിന് പകരമാണ് പിന്തുണാ ബുക്ക് എന്ന് പറഞ്ഞത്. പിന്തുണാ ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് അധ്യാപിക തന്നെ ഒരു ബുക്ക് കീപ്പ് ചെയ്തിട്ട്, അതാണ് പിന്തുണാ ബുക്ക്. പിന്തുണ ആവശ്യമുള്ള കുട്ടികളിൽ, സത്യം പറഞ്ഞാൽ പിന്തുണ ആവശ്യമുള്ള കുട്ടികൾ ഇപ്പോൾ വളരെ വിരളമാണ്, കുറവാണ്. കുട്ടികൾക്ക് ഈ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നിരന്തരം പോകുമ്പോൾ കുട്ടികളിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നിട്ടും എഴുതാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിലാണ് പിന്തുണാ ബുക്ക് കൊടുക്കുക. ഈ പിന്തുണാ ബുക്കുമായിട്ട് അധ്യാപിക കുട്ടികൾക്കിടയിലൂടെ പോകണം എന്നൊക്കെ ഉള്ള ഒരു സെന്റൻസ് നമ്മൾ കണ്ടില്ലായിരുന്നോ? അതിനുള്ള സ്പേസ് ഒക്കെ അറേഞ്ച്മെന്റിൽ വേണമെന്ന്. അങ്ങനെ ഒരു ബുക്ക് നമ്മൾ എടുത്തിട്ട് ഹൈലൈറ്ററോ വലിയ സ്കെച്ചോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് താ എന്ന് എഴുതും. എന്നിട്ട് കുട്ടിയെ കൊണ്ട് അതിന്റെ പുറത്തുകൂടെ വിരൽ വെച്ച് ഓടിപ്പിക്കുക, ഒന്നുകൂടി എഴുതാനുള്ള അവസരം കൊടുക്കുക. ഇങ്ങനെ ആരോ മാർക്കിട്ട് നമ്മൾ എഴുതാറില്ലേ? ആരോ മാർക്കിട്ട് എങ്ങോട്ടാണ് ആദ്യ ദിശ, എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതത്തില്ലേ? അപ്പൊ അതൊക്കെ ആ രീതിയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതിനാണ് പിന്തുണാ ബുക്ക്. പിന്നീട് ഈ പിന്തുണാ ബുക്കിന് ടീച്ചേഴ്സ് തന്നെ മാറ്റം വരുത്തിയത് കുട്ടികൾ തന്നെ ഒരു ബുക്ക് കയ്യിൽ വെക്കുന്ന രീതി. അവർക്ക് ആവശ്യമുള്ളത് അവരെഴുതുന്നു. അങ്ങനെ പല രീതിയിലാണ് ഓരോ സ്കൂളുകളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മളോട് ഇതൊന്നും എല്ലാം കൂടെ ചോദിക്കത്തില്ല. എന്താണ് പിന്തുണാ ബുക്ക് എന്ന് ചോദിച്ചാൽ, പിന്തുണ ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അധ്യാപിക കയ്യിൽ കരുതുന്ന ബുക്കാണ്. അങ്ങനെയാണ് അവർക്ക് വെക്കേഷൻ ക്ലാസ്സുകളിൽ കൊടുത്ത നിർദ്ദേശം. ഇനി നമ്മളെ ക്ലാസ് ഇപ്പം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ബോർഡിലൊക്കെ അക്ഷരം അല്ലെങ്കിൽ ചാർട്ടിൽ അക്ഷരം വാക്ക് എഴുതിയിട്ടാൽ നമ്മൾ അത് ഏത് ബുക്കിൽ എഴുതാൻ പറയണം? ബുക്കിൽ എഴുതണ്ട. കാര്യം അവർക്ക് വേണ്ടതെല്ലാം അവർ ഇതിനകത്ത് എഴുതുന്നുണ്ട്. പുസ്തകത്തിനകത്ത് എഴുതുന്നുണ്ട്, കുഞ്ഞെഴുത്തിനകത്ത് എഴുതുന്നുണ്ട്. തുടർ പ്രവർത്തനം, ഹോംവർക്ക് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിലവില്. ആവശ്യമെങ്കിൽ മാത്രമല്ലേ നമ്മൾ കൊടുക്കുന്നേ. ഇപ്പം 1ലും 2ലും ഒന്നും തുടർ പ്രവർത്തനം എന്നൊരു സാധ്യത കാണുന്നില്ല. അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് വരാനും സാധ്യതയില്ല. അധ്യാപകർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അവർക്കത് കുഞ്ഞെഴുത്തിൽ തന്നെ എന്ത് ചെയ്യാം, ഹോംവർക്ക് കൊടുത്തൂടെ? അതായത് നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഹോംവർക്ക് കൊടുക്കുന്നതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് സത്യസന്ധമായുള്ള അഭിപ്രായം പറയാം. എന്നോടാ ചോദിക്കുന്നെങ്കിൽ ഞാൻ അതിനെ നിശിതമായിട്ട് എതിർത്ത് തന്നെ സംസാരിക്കും. എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത സംഭവമാണ് ഹോംവർക്ക്. കുഞ്ഞായിരിക്കുമ്പോഴും അതെ, ഇപ്പൊ വലുതായിരിക്കുമ്പോഴും കുട്ടികൾ അവരുടെ മനോഭാവം കണ്ടിട്ടും അത് തന്നെയാണ് തോന്നുന്നത്. പിന്നെ അവർക്ക് ആവശ്യമുണ്ട്, പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ അതിനല്ലേ പിന്തുണാ ബുക്കില്ലേ, അവിടെ എഴുതിപ്പിക്കുന്നുണ്ടല്ലോ. എന്തിനാണ് കുട്ടി വീണ്ടും വീട്ടിലും കൂടി വന്നിട്ട് വീണ്ടും സ്ട്രെയിൻ എടുക്കുന്നത്? അതിനെ ഓർമ്മപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ അടുത്ത ദിവസവും തുടർ പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, കണക്ട് ചെയ്യുന്നുണ്ടല്ലോ, ബ്രിഡ്ജിങ് നടത്തുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സും ഇപ്പോഴത്തെ ക്ലാസ്സും തമ്മിൽ ഒരു കണക്ഷൻ ഇട്ട് കൊടുക്കുന്നില്ലേ? അപ്പോ മുന്നറിവുകൾ പരിശോധിക്കപ്പെടുന്നില്ലേ? അതിന്റെയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ അതിനെല്ലാം ഓരോ വർക്ക് ബുക്ക് ഉണ്ട് ടീച്ചറെ. ബി ഹൈവ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ബി ഹൈവ് ആക്ടിവിറ്റി ബുക്ക് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിന്റെ ആക്ടിവിറ്റി ബുക്ക് അതേ പേരിലാണ്, അതേ ചിത്രങ്ങളും ഒക്കെ ഉള്ള ഒരു ആക്ടിവിറ്റി ബുക്ക്. ഗണിതത്തിനും അതുപോലെ തന്നെ പുസ്തകം മാത്രമായിട്ടും വർക്ക് ബുക്കായിട്ടും സെപ്പറേറ്റ്. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണേ. ഓക്കെ അല്ലേ? എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. കവർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ഗ്രൂപ്പിലിടുക. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഗ്രൂപ്പിലാണെങ്കിൽ തന്നെയും നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൈം എടുക്കുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്.